നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. കേരളത്തിൻ്റെ പൊതുജനാരോഗ്യ മേഖല ഇന്ത്യയിലെ നമ്പർ 1 ആണ്. ഇതിൽ ആർക്കും സംശയമില്ല. പക്ഷേ നമ്പർ 1 ആയതുകൊണ്ട് എല്ലാം ഭദ്രമാണെന്ന് പറയാനാവുമോ? അതുകൊണ്ട് വിമർശനം പാടില്ലെന്ന് വാദിക്കുന്നവർ നിലവിലെ മികവ് ഇല്ലാതാക്കണം എന്ന് ആഗ്രഹിക്കുന്നവരാണെന്ന് കൂടി പറയേണ്ടി വരും. പിഴവുകൾ തിരിച്ചറിഞ്ഞ് തിരുത്തി മുന്നേറിയാലേ നമ്പർ 1 സ്ഥാനം ഉറപ്പിച്ചു നിർത്താനാവൂ. ഇനി വിഷയത്തിലേക്ക് വരാം. ഉപകരണങ്ങളില്ലാത്തത് കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയ മുടങ്ങുന്നു. പലപ്പോഴും രോഗികൾ പണം നൽകിയാണ് ശസ്ത്രക്രിയ ഉപകരണങ്ങൾ വാങ്ങുന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് ചിറക്കലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയാണ് ഈ വിവരം പുറത്തറിയുന്നത്. തൊട്ടു പിന്നാലെ തന്നെ ഡോക്ടർ പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്നല്ല, ഡോക്ടർ സമൂഹ മാധ്യമത്തിൽ എഴുതിയത് ശരിയാണോ എന്നായിരുന്നു പലരുടെയും ചിന്ത. ഡോക്ടർക്കെതിരെ നടപടി വേണ്ടേ എന്ന മട്ടിലായി പല ചർച്ചകളും. വിഷയം ചൂണ്ടിക്കാട്ടി വേണമെങ്കിൽ വെല്ലുവിളി എന്ന് കണക്കാക്കാം എന്ന മട്ടിൽ തന്നെ മാന്യമായി ഡോക്ടർ വീണ്ടും കുറിപ്പിട്ടു. തുടർന്ന് ഇന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നടത്തിയ പ്രതികരണം പക്വമതിയായ ഒരു ഭരണാധികാരിയുടേതായിരുന്നു. ഡോക്ടർ ചൂണ്ടിക്കാട്ടിയ വിഷയം പരിശോധിക്കുമെന്നും തിരുത്തുമെന്നും പറഞ്ഞു. പക്ഷേ ഈ വീഴ്ചയ്ക്കു കാരണമായി മന്ത്രി പറഞ്ഞത് സിസ്റ്റത്തിൻ്റെ കുഴപ്പം എന്നാണ്. അതുകൊണ്ട് ഉപകരണങ്ങൾ വാങ്ങാൻ കാലതാമസം ഉണ്ടാവുന്നു എന്നും പറയുന്നു. ഉദ്യോഗസ്ഥർക്ക് പറയാവുന്ന ന്യായീകരണമാണിത്. മന്ത്രിക്ക് പറയാവുന്ന ഒന്നല്ല. അതും ഭരണത്തിലേറി 4 വർഷം കഴിഞ്ഞ മന്ത്രിക്ക്. സിസ്റ്റത്തിൽ പിഴവുണ്ടെങ്കിൽ അത് പരിശോധിച്ച് തിരുത്തേണ്ട ഉത്തരവാദിത്തം മന്ത്രിക്കുണ്ട്. അതിനെ പഴിച്ച് രക്ഷപ്പെടുകയല്ല. സ്വാഭാവികമായും ജനങ്ങൾക്ക് ഈ സംശയം ഉണ്ടാവും. സിസ്റ്റം തിരുത്താനല്ലെങ്കിൽ പിന്നെ എന്താണ് മന്ത്രിയുടെ ചുമതല? ഈ വിഷയമാണ് ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നത്. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ആദ്യ പ്രേക്ഷകനായിരുന്നത് ശ്രീ സൂപ്പിയാണ് വെള്ളമുണ്ടയിൽ നിന്നും. ശ്രീ സൂപ്പി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ താങ്കൾ അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. മന്ത്രി പരിശോധിക്കാം, തിരുത്താം എന്നൊക്കെ പറയുന്നു. പക്ഷേ ഒപ്പം ഒന്നുകൂടി പറയുന്നു, ഇത് സിസ്റ്റത്തിലെ പിഴവാണെന്ന്. സിസ്റ്റത്തിലെ പിഴവ് തിരുത്തേണ്ട ഉത്തരവാദിത്തം മന്ത്രിക്കല്ലേ, അതോ നമുക്കാർക്കെങ്കിലും ആണോ? ശ്രീ ദിവാകരനാണ് തലശ്ശേരിയിൽ നിന്നും. ശ്രീ ദിവാകരൻ, താങ്കൾക്ക് പറയാം. നമസ്കാരം സാറേ. നമസ്കാരം. അതായത് മനുഷ്യന്റെ ജീവനെ കൊണ്ട് പന്താടുക പാടില്ല. ആ സ്ഥാനത്തിരിക്കുന്ന മന്ത്രിയോ ഗവൺമെന്റോ വേണ്ടുന്ന എമർജൻസി ആയിട്ട്, അതായത് യുദ്ധകാല അടിസ്ഥാനത്തിൽ എമർജൻസി ആയി ചെയ്യേണ്ട കാര്യങ്ങളായിട്ട് ആ ഡോക്ടർ നല്ല തന്റെ ഉള്ള ഡോക്ടർ ആയതുകൊണ്ട്, നല്ല കറേജ് ഹിമ്മത്ത് താകത്തുള്ള ഡോക്ടർ ആയതുകൊണ്ട് പറഞ്ഞു അയാൾ സത്യസന്ധന. അപ്പൊ ആ ഭാഗം നിൽക്കണ്ട, അതിൽ രാഷ്ട്രീയം ഒന്നും നോക്കറു. അദ്ദേഹം അതായത് ക്ലിയർ ആക്കേണ്ടിട്ട് അയാൾ പറഞ്ഞത്. അപ്പം സാറേ, ഈ വിഷയം എടുത്തിട്ടുകൊണ്ട് വളരെ സന്തോഷം. വെരി വെരി താങ്ക്സ്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ എം ബി മണിയാണ് ഷൊർണൂരിൽ നിന്നും. ശ്രീ എം ബി മണി, താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ഈ സർക്കാർ ആശുപത്രിയിൽ കേരളത്തിൻ്റെ ആരോഗ്യ സംവിധാനമൊക്കെ വളരെ മികച്ചതൊക്കെയാണ്. പക്ഷേ പലപ്പോഴും അതിൽ ഇത്തരം പിഴവുകളൊക്കെ വരുന്നുണ്ട്. പിഴവുകൾ വരുമ്പോൾ അത് പരിഹരിക്കേണ്ട മന്ത്രി തന്നെ പറയുന്നത് അത് സിസ്റ്റത്തിലെ പിഴവാണ്. ഈ സിസ്റ്റത്തിലെ പിഴവ് പരിഹരിക്കേണ്ട ഉത്തരവാദിത്തം മന്ത്രിക്കല്ലേ? ഇവിടെ ഈ ആരോഗ്യ വിഷയം എന്ന് പറയുന്നത് ഒരു ശാസ്ത്രമാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് മാറ്റങ്ങൾക്ക് വിധേയമാണ്. ഈ പുതിയ അറിവുകൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ ആരോഗ്യ മേഖല തകർന്ന് തരിപ്പണമായി കിടക്കാണ് A-Z. അതിന് ഏറ്റവും വലിയ തെളിവ് നമുക്ക് പറയാനുള്ളത്, നമ്മുടെ വിശിഷ്ട വ്യക്തികളൊക്കെ രോഗം വരുമ്പോൾ നേരെ വിദേശത്തേക്കാണ് പോകുന്നത്. എന്തുകൊണ്ടാണ് അവർ ഇവിടെ ചികിത്സിക്കാൻ തയ്യാറെന്ന് നമ്മൾ ചോദിക്കേണ്ടതാണ്. അതായത് ഈ ആഗോളതലത്തിൽ വൈദ്യശാസ്ത്ര രംഗത്ത് മറ്റ് ശാസ്ത്രങ്ങളിലേതുപോലെ പുതിയ അറിവുകൾ നിത്യേന എന്നോളം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇവിടെ പഠിക്കാനോ അപ്ഡേറ്റ് ചെയ്യാനോ ഒരാൾക്കും താല്പര്യമില്ല, സർക്കാരിന് താല്പര്യമില്ല. നമ്മുടെ നാട്ടിലെ അവസ്ഥ ആലോചിച്ച് നോക്കൂ. 4 ഡോക്ടർമാർ രോഗി കണ്ടാൽ 4 അഭിപ്രായം കിട്ടുന്നു. 4 ലാബിൽ പോയാൽ 4 റിസൾട്ടാണ് കിട്ടുന്നത്. അപ്പൊ ഇവിടെ ഒരു രോഗി ഇപ്പോ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ പ്രമേഹ രോഗികളുള്ള പ്രദേശമായി നമ്മുടെ കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. പ്രമേഹത്തിന്റെ സിദ്ധാന്തങ്ങൾ 10 വർഷം മുമ്പ് തിരുത്തി കുറിച്ചിരിക്കുന്നു. ആ സിദ്ധാന്തങ്ങളിലൂടെ ഇതുവരെ പ്രയോജനപ്പെടുത്തിയിട്ടില്ല. അപ്പോ ഈ ശാസ്ത്രവിരുദ്ധമായ കാര്യങ്ങളാണ് ഇവിടെ സത്യത്തിൽ ആരോഗ്യ മേഖലയിൽ നടക്കുന്നത്. അതായത് പ്രമേഹമായിട്ടോ രക്തസമ്മർദ്ദമായിട്ടോ ഒരു രോഗി ആശുപത്രിയിൽ കയറിയാൽ അയാൾ അതിസങ്കീർണമായ അവസ്ഥയാണ് അവസാനിക്കുന്നത്. രോഗം മാറുകയല്ല ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ രോഗവും ചികിത്സയും തമ്മിൽ ശരിയായ രീതിയിൽ ബന്ധപ്പെടുന്നില്ല. അത് സ്വകാര്യ മേഖലയിലായാലും സർക്കാർ മേഖലയിലായാലും ആ സ്ഥിതി. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ തെളിവുകളാണ് നമ്മളിവിടെ കാണുന്നത്. 4 ആശുപത്രി പോയാൽ 4 റിസൾട്ട്, 4 ഒപ്പീനിയൻ. അപ്പോ ഇത് താങ്കൾ ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ച ഡോക്ടർ കൂടിയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ സിസ്റ്റത്തിൽ അത്തരം പിഴവുകൾ ഇനിയും ഉണ്ട്, ഒരുപാട് തിരുത്തപ്പെടേണ്ടതുണ്ട് എന്നാണ്? സിസ്റ്റത്തിൽ ആദ്യം ചെയ്യേണ്ടത്
ഈ ഒരു രോഗി നമ്മൾ ഡോക്ടറെ കാണുമ്പോൾ 3 മിനിറ്റ് കൊണ്ട് രോഗിക്ക് ഒരു കുറിപ്പടി കൊടുത്തു വിടുന്ന സിസ്റ്റം ആദ്യം അവസാനിക്കണം. ഏതാണ് ഒരു വ്യക്തി സത്യമാണോ നുണയാണോ പറയുന്നതെന്ന് കണ്ടെത്താനുള്ള സംവിധാനമുണ്ട് ഇതിലൂടെ. അതുകൊണ്ട് തന്നെ ഏത് രോഗമായാലും അത് കൃത്യമായി കണ്ടെത്താനുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ നിലവിലുള്ളപ്പോൾ അത് നമ്മൾ ശരിയായ രീതിയിൽ പ്രയോജനപ്പെടുത്തണം. അത് നടക്കുന്നില്ല. ഇത് നമ്മൾ ഇതിനേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വൈദ്യശാസ്ത്ര രംഗത്ത് ആഗോളതലത്തിൽ വരുന്ന പുതിയ അറിവുകൾ അതാത് കാലത്ത് തന്നെ ഇവിടുത്തെ ഡോക്ടർമാർ പഠിച്ചിരിക്കണമെന്ന് നിയമനിർമ്മാണം നടത്തണം. സർക്കാർ അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം, അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കണം. അതൊന്നും നടക്കുന്നില്ല ഇവിടെ. വളരെ ക്രിയാത്മകമായ നിർദ്ദേശം കൂടിയാണ് ശ്രീ MB മണി മുന്നോട്ട് വെച്ചത്. ആരോഗ്യമേഖലയിലെ പ്രവർത്തകൻ, ഡോക്ടർ കൂടിയായ മണി. ഇത്തരം ആഗോള മേഖലയിൽ ഉണ്ടാകുന്ന പുത്തൻ അറിവുകളെ എല്ലാവരും കൃത്യമായി അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് ഡോക്ടറുടെ ഉത്തരവാദിത്തമായി മാറുന്ന ഒരു ഘട്ടം വേണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് ശരിയായ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയൂ എന്ന് കൂടി അദ്ദേഹം പറയുന്നു. ശ്രീ മഹിയാണ് കിള്ളിപ്പാലത്ത് നിന്നും. ശ്രീ മഹി, താങ്കൾ ഇപ്പോൾ ഡോക്ടർ ആദ്യം ഉന്നയിച്ച ആ ഒരു വിമർശനത്തെ ആദ്യമൊക്കെ തള്ളിക്കളഞ്ഞെങ്കിലും ഇന്ന് മന്ത്രി മാതൃകാപരമായിട്ടാണ് അത്തരം ഒരു വിമർശനം ഉണ്ടെങ്കിൽ അത് പരിശോധിക്കും, അതിൻ്റെ വേണ്ട പിഴവുകൾ തിരുത്തുമെന്നൊക്കെ പറയുന്നു. പക്ഷേ ഒപ്പം മന്ത്രി പറയുന്നു ഇങ്ങനെ കാലതാമസം ഉണ്ടാകുന്നതിന് കാരണം സിസ്റ്റത്തിലെ പിഴവാണെന്ന്. ഈ സിസ്റ്റത്തിൽ പിഴവുണ്ടെങ്കിൽ അത് തിരുത്തേണ്ട ഉത്തരവാദിത്തമുള്ള ആളല്ലേ ഈ മന്ത്രി? അതെ സാറേ, എനിക്ക് 2 മിനിറ്റാണ് സാറേ തരാം, പറഞ്ഞു. 2 മിനിറ്റാണ്. എന്താ ഒരു കാര്യം, എന്റെ കിള്ളിപ്പാലത്തിൽ അങ്ങനെ അടുത്തേക്ക് വീണ്ടും 2 ചെറിയ ആശുപത്രിയുണ്ട്. രാവിലെ 9 മണി തൊട്ട് വൈകിട്ട് 5 മണി വരെ. അവിടെ ഇന്നലെ പോയപ്പോ എനിക്ക് BP-ന് ഷുഗറില്ല, BP-ന് കൊളസ്ട്രോളിന്റെ ഗുളിക 1 മാസത്തെ ഗുളിക അവർ തന്നു. എനിക്ക് 26-ാം തീയതി വരാൻ പറഞ്ഞു. നമ്മളൊരു ചിലപ്പോ രാത്രി ആ ഗുളിക കഴിക്കില്ല. അപ്പൊ ഒരു 10 ഗുളിക മിച്ചം വരും. 10 ദിവസം കഴിഞ്ഞേ പോകും. അപ്പൊ അവർ വിളിക്കും, എന്തുകൊണ്ട് വരാത്ത, അവിടെ ഫോൺ വിളിക്കും. ഈ 9 വർഷത്തിന് ശേഷമാണ് അത് മെഡിക്കൽ ജീവിതത്തിന്റെ ജനങ്ങൾ വരും. അപ്പൊ നമുക്ക് രാവിലെ 4 മണിക്ക് വരെ 12 മണിക്ക് വരെയൊക്കെ ഉള്ളു. ഇതേപോലെ ചികിത്സ ഇന്ത്യയിൽ ഒരു ആശുപത്രി ഇല്ല. പിന്നെ മന്ത്രി താങ്കൾ പറയുന്ന ഒരു ആശുപത്രിയിൽ താങ്കളെ ഇങ്ങോട്ട് വിളിക്കും എന്നാണോ ചെന്നില്ലെങ്കിൽ? ചെറിയ 2 ആശുപത്രി തൊട്ടടുത്ത് 2 സ്വകാര്യ ആശുപത്രിയാണോ അതോ സർക്കാർ ആശുപത്രിയാണോ? സർക്കാർ ആശുപത്രി, ചെറിയ ആശുപത്രി. കൊള്ളാം. അങ്ങനെ മികച്ച രീതിയിൽ ചെയ്യുന്ന ആശുപത്രികൾ കൂടി ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. അല്ല, ഈ 9 വർഷം ഈ 7 വർഷം ഗവൺമെന്റ് സമയത്താണ് ഇത് തുടങ്ങിയത്. നടന്നു പോകുന്നത് ഇത് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. ഇതെല്ലാം മാറ്റി കഴിച്ച ശേഷം ആവശ്യമില്ലാതെ ഗവൺമെന്റിനെ കുറ്റപ്പാട് ഒന്നും ശരി. പിന്നെ ഡോക്ടർ തന്നെ ഡോക്ടർ പുള്ളിക്ക് എന്ത് പറ്റിയെന്ന് പറഞ്ഞതാ. ഈ അവസാന സമയത്ത് ചിലപ്പോൾ മൈൻഡുകൾ മാറും. അങ്ങനെ ആയിരിക്കും തോന്നുന്നത്. ശരി, അങ്ങനെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ആശുപത്രികളും ഡോക്ടർമാരും ഒക്കെ ഉണ്ട്. ഇപ്പോഴും സർക്കാർ മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ കേരളത്തിലെ സർക്കാർ ആശുപത്രികൾ ഇതര സംസ്ഥാനങ്ങളിലെ സർക്കാർ ആശുപത്രികളെ അപേക്ഷിച്ച് ഈ നമ്മുടെ ആശുപത്രികൾക്ക് താങ്ങാൻ കഴിയുന്നതിലും എത്രയോ ഇരട്ടി ആളുകളാണ് നിരന്തരം ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ സ്വകാര്യ മേഖലയിൽ അത്രത്തോളം വലിയ ഫീസും വലിയ തുകയുമൊക്കെയാണ് പലപ്പോഴും നൽകേണ്ടി വരുന്നത്. സർക്കാരിൽ നിന്ന് സൗജന്യമായി മികച്ച ചികിത്സ ലഭിക്കുമെന്നുള്ളതുകൊണ്ട് അതിൽ യാതൊരു സംശയവും ആർക്കുമില്ല. അത്തരം കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. പക്ഷേ അതിനിടയിലും ഇത്തരം കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതുകൊണ്ട് ആ കുഴപ്പങ്ങൾ ചൂണ്ടിക്കാണിക്കുകയും തിരുത്തുകയും തന്നെയാണ് വേണ്ടത്. ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾ എങ്ങനെയാണ് മന്ത്രിയുടെ ന്യായീകരണത്തെ കാണുന്നത്? മന്ത്രി ആ സ്ഥാനത്തിരുന്നുകൊണ്ട് ആ ന്യായീകരിക്കാൻ പാടില്ല. കാരണം സിസ്റ്റത്തിന്റെ പിഴവാണെന്ന് തെറ്റാണെന്ന് പറഞ്ഞാൽ ആ സിസ്റ്റം പരിഹരിക്കേണ്ടത് ഇതേ മന്ത്രിയാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് നമ്പർ 1 ഈ ആരോഗ്യ മേഖലയ്ക്ക് ഒരു അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞ് ഓസ്ട്രേലിയയിൽ പോയി മന്ത്രി അവാർഡ് മേടിച്ചു എന്ന് പറഞ്ഞത് മാധ്യമങ്ങളിലുണ്ടായിരുന്നു. അതേ അവാർഡ് കേരളം നമ്പർ 1 ആയിരിക്കെ ഇതേ മന്ത്രിമാരും MLA-മാരൊക്കെ ജർമ്മനിക്കും അമേരിക്കയിലൊക്കെയാണ് ഈ എന്തെങ്കിലും അസുഖങ്ങൾ വരുമ്പോൾ ഓടുന്നത്. നമ്പർ 1 അല്ലേ കേരളം? എന്തുകൊണ്ടാണ് ഇവിടെ ഇതിന്റെ ചികിത്സകൾ നടത്തുന്നില്ല? അതും കൂടെ ചിന്തിക്കണ്ടേ? അപ്പൊ ഇവർക്ക് ഈ സിസ്റ്റത്തെ വിശ്വാസമില്ല. മന്ത്രിമാർക്ക് ഈ സിസ്റ്റത്തെ വിശ്വാസമില്ല. പിന്നെ സ്വന്തം കാശുമല്ല, നികുതി പണമാണ് ഇവർക്ക് പോകുന്നത്. അതുകൊണ്ട് അവർക്ക് അതിന് സന്തോഷം. പലപ്പോഴും ഇപ്പോൾ മയോ ക്ലിനിക്ക് പോലുള്ള സ്ഥലങ്ങളിലൊക്കെ പോകുന്നത് അങ്ങനത്തെ ഒരു ക്ലിനിക്ക് ലോകത്തൊന്നു മാത്രമേ ഉള്ളൂ. അത്തരം ചില വലിയ അതങ്ങനെ എല്ലാ സംസ്ഥാനത്തും ഒന്ന് എന്ന നിലയിൽ സ്ഥാപിക്കാൻ കഴിയുന്ന ഒരു ക്ലിനിക്കൊന്നും അല്ല. അത്തരം ചില കാര്യങ്ങളൊക്കെ സാധാരണ. പക്ഷേ പൊതുജനാരോഗ്യ മേഖലയിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളൊക്കെ ആർക്കും വിശ്വാസയോഗ്യമായി പൂർണ്ണ ശതമാനം വിശ്വസിച്ച് ഏത് മനുഷ്യരും കയറി ചെല്ലാൻ കഴിയുന്ന ഇടങ്ങളൊക്കെ തന്നെയല്ലേ? അതെ, ആ കേരളത്തിലെ ഇത് നമ്പർ 1 ആണെന്ന് ഇവര് തന്നെ പറയുമ്പോൾ ഇവർ ഇവിടെ ചികിത്സിച്ച് കാണിക്കണം സാർ. അതല്ലേ വേണ്ടത്? എല്ലാ രോഗത്തിനും അങ്ങനെ കഴിയുമോ ശ്രീ സന്തോഷ്? അത് നമുക്ക് ഞാനല്ലേ ഇപ്പൊ മയോ ക്ലിനിക്ക് ഉദാഹരണമാണ്. അത് ലോകത്തിപ്പോൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല മറ്റു പല യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും ഒക്കെ ആ ഒരു ക്ലിനിക്കിലേക്കാണ് പോകുന്നത്. അത് അവിടെ ഒരു പ്രത്യേക രോഗത്തിന് അത്രയേറെ വിദഗ്ധമായ ഒരു ചികിത്സ കിട്ടുമെന്നതുകൊണ്ട് അത് എല്ലാ സംസ്ഥാനത്തും സ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അല്ലെ രാജ്യത്ത് സ്ഥാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എല്ലാം അത്ര എളുപ്പമല്ല. ശരി,
ശ്രീ സന്തോഷാണ് കാസർഗോഡ് നിന്ന് സംസാരിച്ചത്. മറ്റൊരു പ്രേക്ഷകനുണ്ട്, ശ്രീ കണ്ണനാണ് ആലപ്പുഴയിൽ നിന്നും. ശ്രീ കണ്ണൻ, താങ്കൾ എങ്ങനെയാണ് ഈ ആരോഗ്യ മേഖലയുമായ ഒരു ഡോക്ടർ ഉയർത്തിയ വലിയ വിമർശനം? ആദ്യം അദ്ദേഹത്തിനെതിരെ വാളെടുത്തൊക്കെ നിന്നു, പിന്നീട് ഇപ്പോൾ അല്ല, അദ്ദേഹം സത്യസന്ധനായ ഡോക്ടറാണ്, മികച്ച ഡോക്ടറാണ്, അദ്ദേഹം പറഞ്ഞ തെറ്റുകൾ തിരുത്താം എന്നൊക്കെ മന്ത്രി പറയുന്നു. അത് പക്വമതിയായ ഒരു മന്ത്രിയുടെ തീരുമാനം തന്നെയാണ്. അത് ആരെയും തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നവരെ ആക്രമിച്ചില്ലാതാക്കുക എന്നുള്ളതല്ല, തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് തിരുത്തുക എന്നുള്ളത് തന്നെയാണ് ശരി. അതൊക്കെ സ്വീകരിക്കുന്നു. പക്ഷേ അപ്പോഴും സിസ്റ്റത്തിലെ പിഴവാണെന്ന് പറയുമ്പോൾ ഈ സിസ്റ്റത്തിലെ പിഴവ് പരിഹരിക്കേണ്ടത് ആരാണ്? നമസ്തേ സാർ. നമസ്കാരം. ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ താങ്കൾ. സാറേ, ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ ലോകത്തിൽ തന്നെ വെച്ച് ഏറ്റവും നല്ല രീതിയിലുള്ള ചികിത്സ രീതിയിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ മലയാളികളാണ്, പ്രത്യേകിച്ച് ഇന്ത്യക്കാർ. ഇപ്പൊ നമുക്കിപ്പം മറ്റ് സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഒരു രോഗി വന്നിരുന്നു കഴിഞ്ഞാൽ ഒരു കൈകാലത്തിന് അപ്പുറത്ത് ഇരിക്കാൻ ഒന്ന് തൊട്ടുപോലും നോക്കത്തില്ല. പക്ഷെ നമ്മുടെ ഇവിടുത്തെ മലയാളികൾ എന്ന് പറഞ്ഞാൽ നേഴ്സുമാരായാലും ഡോക്ടർമാരായാലും ഇപ്പം ഏതൊരു തരത്തിലും ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ അവർ അറിഞ്ഞിരുന്നതല്ല, എന്തെങ്കിലും സാങ്കേതിക കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റേതെന്തെങ്കിലും തരത്തിൽ പിഴവ് സംഭവിക്കുക. അത് ഇപ്പൊ ഞാനൊരു 10 വർഷത്തിന് മുമ്പ് ഒരു ഹിരണ്യയുടെ ഓപ്പറേഷൻ ചെയ്തപ്പം ഞാൻ അന്ന് അങ്ങോട്ട് ചെന്നപ്പോ തന്നെ ടേബിളിലൊക്കെ ഇതായിട്ട് കിടക്കുമായിരുന്നു. പക്ഷെ നമ്മൾ ഒരിക്കലും ഞാനിപ്പോ അങ്ങനെ ഒരു പിഴവ് കൊണ്ട് ഞാൻ മരിക്കപ്പെട്ടാലും യാതൊരു ഇത് എടുക്കരുതെന്നോ ഞാൻ എന്റെ വീട്ടുകാരോട് പോലും പറഞ്ഞു. അത് അത്ര ഇതാകുന്നു നമ്മൾ ഈ ഡോക്ടർമാരോടും നേഴ്സുമാരോടും. നമ്മൾ ഒരിക്കലും അവര് അറിഞ്ഞിരുന്നുണ്ട് ഒരിക്കലും ചെയ്യത്തില്ലെന്നാണ് എന്റെ ഒരു വിശ്വാസം. ശരി, ഇത് അതിൻ്റെ വിഷയമല്ല നമ്മൾ പറഞ്ഞത്. ആ സിസ്റ്റത്തിലല്ല ചില പിഴവുകൾ. ഡോക്ടർ തന്നെ അത്രത്തോളം ആത്മാർത്ഥതയുള്ള ഡോക്ടറായിട്ടായിരിക്കുമല്ലോ അത് അദ്ദേഹത്തിന് അത് മാനസിക വ്യതയായി ഏറ്റെടുത്ത്. അല്ലെങ്കിൽ ചിലരൊക്കെ ആണെങ്കിൽ അത് നടന്നോട്ടെ, എന്തിനാണ് സർക്കാരിനെ വിമർശിക്കാൻ പോകുന്നത് എന്ന മട്ടിലൊക്കെ നിന്നേനെ. പക്ഷേ അദ്ദേഹം അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ ചെയ്യുന്ന ജോലിയോടുള്ള ഒരു ഉത്തരവാദിത്തം കൂടുതൽ, അല്ലെങ്കിൽ ശരിയായ ഉത്തരവാദിത്തം, അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം അങ്ങനെയൊക്കെ വിമർശനങ്ങളും കൂടി ഉന്നയിക്കുന്നത്. ശ്രീ മോഹൻദാസ് ആണ് ആലത്തൂരിൽ നിന്നും. ശ്രീ മോഹൻദാസ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? എനിക്കും ചില അനുഭവങ്ങളുണ്ട് ഇതേ ഡിപ്പാർട്ട്മെന്റ്, അതുകൊണ്ട് ഞാൻ പറയാം. പറഞ്ഞോളൂ. 2 മിനിറ്റ് തരണം. പിന്നെ ഈ ഡോക്ടർ ഹാരിസിന് ആദ്യം ഒരു അഭിനന്ദനം ഇങ്ങനെ തുറന്നു പറഞ്ഞതിന്. ഇനി പിന്നാലെ വിജിലൻസ് വരുമോ എന്നുള്ളത് അറിയില്ല. ഇപ്പോഴൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്, വീടളക്കോ തൊടിയളക്കോ എന്നുള്ളത് അറിയില്ല, അത് വേറൊരു കാര്യം. പിന്നെ ഇത് ഈ പാവപ്പെട്ട ഈ സിസ്റ്റത്തിന്റെ തകരാറ് ഭരണം എന്നുള്ളൊരു സിസ്റ്റമാണ്, മാവ് എന്നുള്ളൊരു സിസ്റ്റമാണ്. അതിൻ്റെയൊക്കെ തകരാറ് തന്നെയാണ് ഇതൊക്കെ കാരണം. പിന്നെ ഞാൻ ഈ യൂറോ പ്രോബ്ലമായിട്ട് 6 മാസമായിട്ട് ട്രീറ്റ്മെന്റിലാണ് മെഡിക്കൽ കോളേജ് തൃശ്ശൂർ. നല്ല ഡോക്ടേഴ്സാണ്, അതിന് എനിക്ക് ആക്ഷേപമൊന്നുമില്ല. പക്ഷെ അവിടെ എഴുതി തരുന്ന മരുന്നൊന്നും അവിടുത്തെ ഫാർമസി കിട്ടില്ല. അത് വില കുറച്ച് കിട്ടുന്നതാണ്. പക്ഷെ അതൊക്കെ പുറത്ത് പോകണം. പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് കിട്ടില്ല. പാലക്കാട് ജില്ല മുഴുവൻ തെരഞ്ഞു നടക്കണം. അപ്പോഴായിരിക്കും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിരിക്കും നമുക്ക് തരിക. അപ്പോൾ എന്തായിരിക്കും അറിയില്ല. അപ്പോൾ ഇതാണ് സംഭവം. പിന്നെ വേറൊരു കാര്യം ചേർത്ത് പറയുന്നത് സിസ്റ്റത്തിന്റെ തകരാറെന്ന് പറയുന്നത്, നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ലക്ഷക്കണക്കിന് ഫയലുകൾ കിടക്കണ കണ്ടില്ലേ? എന്താ ഭരണം ഏറ്റെടുക്കുന്നത് പറഞ്ഞത്? ഓരോരുത്തരുടെ ജീവിതമാണ് ഓരോ ഫയലിനും. ഇപ്പം എന്തായിപ്പോ? ശരി, താങ്കളെ വ്യക്തം. ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്നും. ശ്രീ സന്തോഷ്, ഈ ഡോക്ടർ ചൂണ്ടിക്കാട്ടിയ തെറ്റ് അംഗീകരിക്കുകയും അത് തിരുത്താൻ തയ്യാറാവുകയും ഒക്കെ ചെയ്യുന്നത് സ്വാഗതാർഹം തന്നെയാണ്. പക്ഷേ ഇത് സിസ്റ്റത്തിന്റെ പിഴവാണ്, അതുകൊണ്ടാണ് പറ്റിയത് എന്ന് പറയുമ്പോൾ ഈ സിസ്റ്റം തിരുത്തേണ്ട ഉത്തരവാദിത്തം മന്ത്രിക്കല്ലേ? നമസ്കാരം, പറഞ്ഞോളൂ. ഇത് സിസ്റ്റം എന്ന് പറഞ്ഞാല് അത് വകുപ്പ് മന്ത്രിക്കാണ് അതിന്റെ ഉത്തരവാദിത്വം വേണ്ടത്, അല്ലാതെ മറ്റാരെയും വഴികാരിയിട്ട് അതിൽ കാര്യമില്ല. പിന്നെ ഞങ്ങളുടെ വെള്ളരിക്കുണ്ട് താലൂക്ക് ആശുപത്രിയിൽ 100-200 പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ ഒറ്റ ഡോക്ടറാണ് ഉള്ളത്. അതേപോലെ മരുന്ന് മറ്റു മെഡിക്കൽ ഷോപ്പിലേക്ക് എഴുതി തരികയാണ് ചെയ്യുന്നത്. മരുന്നും ഇല്ല, ആകെ ഒരു ഡോക്ടറാണുള്ളത്. അപ്പൊ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മന്ത്രി അടിയന്തരമായിട്ട് അവിടെ ഡോക്ടർമാരെ താലൂക്ക് ആശുപത്രിയിൽ ഒരു ഡോക്ടർ മാത്രമേ ഉള്ളൂ, ഒറ്റ ഡോക്ടറെ 200-300 പേഷ്യൻസ് ഉണ്ട് വരുന്നത് നിത്യം. അല്ല, ഞാൻ ചോദിച്ചത് താലൂക്ക് ആശുപത്രിയാണോ അതോ അതെ താലൂക്ക് തന്നെ, വെള്ളരിക്കുണ്ട് താലൂക്ക്. ഓക്കെ. അപ്പോ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ അടിയന്തരമായിട്ട് ആരോഗ്യ വകുപ്പ് മന്ത്രി ഇനിയും ഡോക്ടർമാരെ നിയമിക്കണം എന്നാണ് പറയാനുള്ളത്. ശരി, അങ്ങനെ താങ്കൾ പറയുന്നത് ശരിയാണെങ്കിൽ അത് വലിയൊരു വിഷയം തന്നെയാണ്. ഒരു താലൂക്ക് ആശുപത്രിയിൽ സാധാരണഗതിയിൽ അങ്ങനെയല്ല. എല്ലാ താലൂക്ക് ആശുപത്രികളിലും, കേരളത്തിൻ്റെ ഒട്ടുമിക്ക താലൂക്ക് ആശുപത്രികളിലും നിരവധി ഡോക്ടർമാരും സ്പെഷ്യാലിറ്റി ഡോക്ടർമാരും ഒക്കെ പ്രധാനപ്പെട്ട രോഗങ്ങൾക്കൊക്കെ ചികിത്സിക്കാനും നിരവധി ഡോക്ടർമാരും കിടന്ന ചികിത്സയും ഒക്കെ ഉള്ളതല്ലേ. എന്തായാലും ശ്രീ അഷ്റഫാണ് മലപ്പുറത്ത് നിന്നും. ശ്രീ അഷ്റഫ്, താങ്കൾക്ക് പറയാം. ആദ്യമായി നിങ്ങൾ ഈ വിഷയം എടുത്തതിന് അഭിനന്ദനം. നല്ലൊരു ബിഗ് സല്യൂട്ട് അറിയിക്കുന്നു ആ ഡോക്ടർ.
ഇതിന് മുൻപ് നമുക്കൊരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു ശൈലജ ടീച്ചർ. വലിയ പരാതിയൊന്നുമില്ലാതെ നന്നായി കൊണ്ടുപോയി. ഇപ്പോഴത്തെ ആരോഗ്യവകുപ്പ് മന്ത്രി എനിക്ക് ഓർമ്മ ഒരു 10-600 അന്വേഷണത്തിന് ഉത്തരവിട്ടു. അത് വകുപ്പ് തല അന്വേഷണം ഉണ്ട്, പല അന്വേഷണം. അതിൽ ഒരന്വേഷണത്തിൽ നടപടി ഉണ്ടായി. കോഴിക്കോട് ഒരു മെഡിക്കൽ കോളേജിൽ IC പീഡനം കേട്ടി. അതിൽ സാക്ഷി പറഞ്ഞ നേഴ്സിനെ ഇടുക്കിക്ക് സ്ഥലം മാറ്റിയ നടപടി ഞാൻ കണ്ടിട്ടുണ്ട്. ഇതും അന്വേഷണം അങ്ങനെ തന്നെ ആയിരിക്കും. ഇത്രേ പറയാനുള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ ബിനോയ് ആണ് കൊല്ലത്ത് നിന്ന്. ശ്രീ ബിനോയ്, എന്താണ് താങ്കൾക്ക് ഈ വിഷയത്തിൽ പ്രതികരിക്കാനുള്ളത്? നമസ്കാരം കിരൺജി. നമസ്കാരം. വളരെ നല്ലൊരു സബ്ജക്റ്റാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. ലൈവ് സബ്ജക്ട്, സൂപ്പർ സബ്ജക്ട്. ബിക്കോസ് ഞാൻ പറയുന്നത് നിങ്ങൾ പറയുന്നത് തന്നെയാണ് ഞാനും പറയുന്നത്. ആ സിസ്റ്റത്തിൽ ഒരു മാറ്റം വരുത്തിക്കേണ്ടുള്ളത് ഈ വകുപ്പും മന്ത്രിയും ഈ ഗവൺമെന്റും തന്നെയാണ്. പക്ഷെ ഇവർ രണ്ടുപേരും ഇപ്പോൾ മന്ത്രി രാവിലെ നിങ്ങളെ മാധ്യമങ്ങളോട് തന്നെ പറയുകയാണ് ഇത് സിസ്റ്റത്തിന്റെ കുഴപ്പമാണെന്ന്. സിസ്റ്റത്തിന്റെ കുഴപ്പം എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം സർക്കാരിന്റെ കുഴപ്പമാണ്. അവരുടെ കയ്യിൽ ഭരണം ഇരുന്നിട്ട് അവർക്ക് ഈ സിസ്റ്റം ഒക്കെ മാറ്റി എഴുതാം. 5 വർഷമല്ല 9 വർഷമായിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന ഒരു വകുപ്പാണ്. മീൻസ് ഈ മന്ത്രി എന്നല്ല, ഈ ഗവൺമെന്റിന്റെ കയ്യിലിരിക്കുന്ന വകുപ്പാണ്. ഇന്ന് രാവിലെ വന്ന് ഡോക്ടർ ഹാരിസിനെ അവർ കുറ്റം പറഞ്ഞില്ല. ഹാരിസിനോടൊപ്പം ചേർന്ന് നിന്ന് അദ്ദേഹം പറഞ്ഞതെല്ലാം ശരിയാണെന്ന് തന്നെ മന്ത്രി പ്രത്യക്ഷമായും പരോക്ഷമായും പറഞ്ഞു. പക്ഷെ ഞാനൊരു കാര്യം പറയാം, കേരളത്തിലെ എല്ലാ ഹോസ്പിറ്റലുകളിലും, അതായത് മന്ത്രിയുടെ സംസാരം കേട്ടാൽ വിചാരിക്കും ഈ CPM ഗവൺമെന്റ് വന്നതിന് ശേഷമാണ് ഇവിടെ ആരോഗ്യവും ആരോഗ്യ രംഗവും ഒക്കെ പുഷ്ടിപ്പെട്ടതെന്ന്. പക്ഷേ 1970 മുതൽ ഇന്ത്യയിലെ ഏത് സംസ്ഥാനമാണ് ആരോഗ്യപരമായിട്ട് മുന്നിലെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, കേരളം. പക്ഷേ കഴിഞ്ഞ 9 വർഷമായി, അല്ലെങ്കിൽ ഈ മിനിസ്റ്റർ വന്ന് കഴിഞ്ഞ 4.25 വർഷമായി നാളിതുവരെ നമ്മളുടെ നാട്ടിൽ നേരത്തെ 100 കിലോമീറ്റർ വേഗതയിലാണ് വണ്ടി ഓടിയതെങ്കിൽ ഇപ്പോൾ 30 കിലോമീറ്റർ വേഗതയിലാണ്. അതുകൊണ്ട് മന്ത്രി, അതായത് വീണ, ഒരു കാര്യം മനസ്സിലാക്കണം, അവർ വന്നതിന് ശേഷമല്ല ഈ ഇത്ര പുരോഗമനം നമ്മളെ നാട്ടിലുണ്ടായത്. പക്ഷെ അതുകൊണ്ട് ഞാൻ പറയുന്നു, ഞാൻ കൊല്ലം ജില്ലാക്കാരനാണ്. മന്ത്രിക്ക് സമയം കിട്ടുകയാണെങ്കിൽ കൊല്ലം ജില്ലാ ഹോസ്പിറ്റലിൽ വന്ന് ഏതൊക്കെ മെഷീനുകൾ വർക്ക് ചെയ്യുന്നു വന്നൊന്ന് നോക്കണം. അവിടെയുള്ള എല്ലാവരും 80% ആളുകളും സ്കാൻ ചെയ്യണമെങ്കിൽ പുറത്താ പോകുന്നത്, പുറത്തു പോയാണ് ചെയ്യുന്നത്. ഇത് സർവ്വസാധാരണ. ഞാൻ പറയുന്നത് എന്റെ ജില്ലയിലെ കാര്യം. കേരളത്തിൽ അതേപോലെ തന്നെയാണ്. മെഡിക്കൽ കോളേജിലാണെങ്കിലും എല്ലാ സ്ഥലങ്ങളിലാണെങ്കിലും ഇത് കണക്കുള്ള വിഷയങ്ങളുണ്ട്. ഇതൊരു ഹാരിസ് ഇപ്പോൾ പറഞ്ഞത്, കിരൺ ഹാരിസ് ഇപ്പോൾ പറഞ്ഞത് അതിന്റെ ഒരു അംശം മാത്രമാണ്. പക്ഷെ ഹാരിസിനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. ഇതൊന്നും നോക്കാം, സർക്കാർ നടപടി മുന്നിൽ കണ്ടുകൊണ്ട് ഹാരിസിനെ പോലെ ഒരു കൈക്കൂലിയും മേടിക്കാത്ത 100 കണക്കിന് ഡോക്ടർമാരുണ്ട്. ഇതൊക്കെ ഈ സമൂഹത്തില് ഈ ഗവൺമെന്റിനെതിരെയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ്. അത് തിരുത്തുവാൻ മന്ത്രിയും വളരെ വ്യക്തമാണ്. ശ്രീ ബിനോയ്, നമുക്ക് മറ്റ് ശ്രീ സിന്ധുരാജനാണ് തിരുവനന്തപുരത്ത്. സിന്ധുരാജിലേക്ക് പോകും മുമ്പ് ചില കമൻറ്റുകൾ കൂടി വായിക്കുന്നുണ്ട്. ഡോക്ടർ ഹാരിസ് ആരോഗ്യമന്ത്രിയാകുന്നതിൽ സന്തോഷമെന്ന് പറയുന്നു മൊയ്തീൻ കുട്ടാശ്ശേരി. ശ്രീ മൊയ്തീൻ കുട്ടാശ്ശേരി, പലപ്പോഴും ഇങ്ങനെ വിമർശനങ്ങളൊക്കെ ഉന്നയിക്കുന്നവർ മന്ത്രിയായാൽ നന്നാവണം എന്നൊന്നുമില്ല. മന്ത്രിയായി ഒരു ജോലി ചെയ്യുന്നതും മികച്ച ഡോക്ടറായോ അല്ലെങ്കിൽ എഞ്ചിനീയറായോ പ്രവർത്തിക്കുന്നതുമൊക്കെ തമ്മിൽ വ്യത്യാസമാണ്. മറ്റേത് ആ മേഖലയിൽ ചിലപ്പോൾ വിദഗ്ധരായിരിക്കുന്ന ആൾ മറ്റൊരു മേഖലയിൽ, ഒരു രാഷ്ട്രീയ മേഖലയിൽ വന്നാൽ അത് കാര്യങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് പോവുകയും പുതിയ കാര്യങ്ങളൊക്കെ ചിന്തിക്കുകയും ഒക്കെ ചിലപ്പോൾ മികവ് കാണിക്കുകയും ചെയ്യാം. പക്ഷെ അങ്ങനെ ഒരു മേഖലയിലെ മികവ് കൊണ്ട് മാത്രം അയാൾ മന്ത്രിയായാൽ നല്ലതാണ് എന്ന് പറയുന്നതിൽ കാര്യമായ അർത്ഥമുണ്ട് എന്ന് തോന്നുന്നില്ല. ശ്രീ റാസി ഒരു ഹായ് പറഞ്ഞേക്കുന്നു. അരുന്ധതി കോലപ്പറമ്പത്ത് ഹായ് നമസ്കാരം പറഞ്ഞിരിക്കുന്നു. ആശാൻ അക്ഷരമൊന്നും പിഴച്ചാൽ ശിഷ്യർക്ക് 56 പിഴയ്ക്കുമെന്ന് മോഹൻ ES പറയുന്നു. ഡോക്ടർക്ക് ബിഗ് സല്യൂട്ട് എന്ന് പറയുന്നു ലാലൻ M ആണ്. പ്രമോദ് നാണു പറയുന്നു ഡോക്ടർ പറഞ്ഞത് രോഗികൾ 50 ലക്ഷത്തോളം സംഭാവനയായി കിട്ടി, അതെവിടെയെന്നാണ്. അങ്ങനെ ആശുപത്രികളുടെ സംഭാവനയായി കിട്ടിയതിൻ്റെ ഇത് കൊണ്ടൊക്കെ കൂടിയാണ് ആശുപത്രിയിൽ പലപ്പോഴും ദൈനംദിന കാര്യങ്ങളിലും മറ്റു കാര്യങ്ങളും അടിയന്തര ഘട്ടത്തിലൊക്കെയുള്ള പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളും ഒക്കെ അത്തരം ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയാണ് നടത്തുന്നത്. ശ്രീ സിന്ധുരാജൻ, താങ്കൾക്ക് പറയാം. നമസ്കാരം. നമസ്കാരം. മിനിസ്റ്റർ പറഞ്ഞ സിസ്റ്റം ശരിയല്ല എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നത് നമ്മളെയൊക്കെ തന്നെ ആയിരിക്കും. നമ്മളൊക്കെയാണല്ലോ ഈ സിസ്റ്റം ഉണ്ടാക്കുവാൻ വേണ്ടി കഴിഞ്ഞ 9 വർഷത്തിന് മുമ്പും അതിനൊന്ന് പ്രവർത്തിച്ചത്. അപ്പം നമ്മളെ തന്നെയാണോ മിനിസ്റ്റർ അത് പറയുന്നത് മനസ്സിലാകുന്നു എനിക്ക് തോന്നുന്നു. രണ്ടാമത്തെ കാര്യം, നമ്മുടെ ഈ ഞാൻ വിശ്വസിക്കുന്ന മന്ത്രിസഭയിൽ ഏറ്റവും കൂടുതൽ പേരുദോഷം ഉണ്ടാക്കുന്ന ഒന്ന് ആരോഗ്യ വകുപ്പും വനം വകുപ്പും. ഇപ്പൊ തന്നെ കൊച്ചു പിള്ളേർക്കുള്ള 5 രൂപ ഫീസ് ഈടാക്കാൻ തുടങ്ങി. ഇതെങ്ങോട്ടാ സാറേ? ഫീസ് 5 രൂപ ഈടാക്കുന്നു, 10 രൂപ ഈടാക്കുന്നു, അതൊക്കെ ഈ പുതിയ കാലത്ത് അങ്ങനെ എല്ലാം അങ്ങനെ പറയുന്നതിൽ കാര്യമായ അർത്ഥമില്ല.
എന്നാലും നമ്മുടെ ഈ പിള്ളേർക്കുള്ളതൊക്കെ സൗജന്യമല്ലേ സാറേ? അല്ല, അതൊക്കെ ശരിയാണ്. 5 രൂപ ഫീസ് ഈടാക്കുന്നതിന് ഇപ്പോൾ ഈ പറയുന്ന ആളുകളെല്ലാം സ്വകാര്യ ആശുപത്രിയിൽ പോയാൽ 400-500 രൂപയൊക്കെ കൊള്ളാവുന്ന ആശുപത്രിയിൽ, അല്ലെങ്കിൽ മറ്റേടത്തൊക്കെ 200-300 രൂപ കൊടുക്കണം. ഒന്ന് ഡോക്ടറെ കൺസൾട്ടേഷൻ മാത്രം, പിന്നെ മരുന്നിന് വേറെ പൈസ കൊടുക്കണം, പിന്നെ ഓരോ ചികിത്സയ്ക്കും വേറെ പൈസ കൊടുക്കണം. അവർ പറയുന്ന സമയം മൊത്തം നമ്മൾ കാത്തിരിക്കുകയും എല്ലാം വേണം. അപ്പോൾ അതെല്ലാം ചെയ്യുന്ന ആളുകൾക്ക് ഇവിടെ സർക്കാർ ആശുപത്രിയിൽ 5 രൂപ ഇപ്പോൾ എടുക്കാൻ കഴിയാത്തൊരു തുക ചോദിക്കുന്നു. അത് ശരിയാണ്, ബുദ്ധിമുട്ടാണ്. പക്ഷേ 5 രൂപ കൊടുക്കണം, 10 രൂപ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ മലയാളിയുടെ ഇപ്പോഴത്തെ ഒരു ആകെ ജീവ നിലവാരം വെച്ചിട്ട് ഏത് മനുഷ്യർക്കും കൊടുക്കാൻ കഴിയുന്ന കാര്യമൊക്കെ ഉള്ളത്. കൊടുക്കാൻ കഴിയുന്ന കാര്യമേ ഉള്ളൂ. ഇത് നമുക്ക് നമ്മുടേതായ ഇതിൽ വരുന്ന പ്രശ്നങ്ങളല്ലേ. അത് പ്രശ്നമൊന്നുമല്ല, അതൊക്കെ 5 അതൊന്നും ഒരു പ്രശ്നമല്ല സിന്ധുരാജൻ. അതൊക്കെ അങ്ങനെയൊക്കെ ഒരു ചെറിയ ഫീസൊന്നും ഈടാക്കിയത് കൊണ്ട് യാതൊരു തെറ്റുമില്ല. സർക്കാർ ആശുപത്രിയിൽ സൗജന്യമാണെന്ന് കരുതി എല്ലാവർക്കും സൗജന്യം കൊടുക്കുന്നതിന് പകരം ചെറിയ രീതിയിലൊക്കെ ഉള്ള ഫീസൊക്കെ ഈടാക്കുന്നതിന് അത് മനുഷ്യന് താങ്ങാൻ കഴിയുന്ന ഫീസായിരിക്കണം, അല്ലാതെ താങ്ങാൻ കഴിയാത്തതാവരുതെന്ന് മാത്രമേ ഉള്ളൂ. ശ്രീ അഷറഫാണ് എറണാകുളത്ത് നിന്ന്. ശ്രീ അഷറഫ്, താങ്കൾക്ക് പറയാം. ഡോക്ടർ ഹാരിസ് പറഞ്ഞ കൃത്യമായ ഒരു കാര്യങ്ങളാണ്. ഞാൻ ഇപ്പോ ഡോക്ടർ ഹാരിസിന്റെ വിഷയം എനിക്ക് മനസ്സിലായപ്പോ ഒരു കാര്യമാണ് എനിക്ക് ഓർമ്മ വന്നത്. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ താങ്കൾ. ഡോക്ടർ കഫീൽ ഖാനെ, കാരണം യുപിയില് മരുന്നില്ലാതെ ഇരുന്ന സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾ മരണപ്പെട്ടു ഓക്സിജൻ സിലിണ്ടറിലായിരുന്ന സമയത്ത് ഓക്സിജൻ സിലിണ്ടറുകളൊക്കെ സ്വന്തം പണം അതെ അദ്ദേഹത്തിന്റെ സ്വന്തം കയ്യിൽ നിന്നും സാമ്പത്തികം ചെലവാക്കിയിട്ടാണ് അവിടെയുള്ള കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം കഠിനാധ്വാനം ചെയ്തത്. ആ നിലയിലേക്ക് കേരളത്തെ എത്തിക്കുന്ന ഒരു രീതിയിലേക്ക് ഈ ആരോഗ്യ മേഖല പോകരുത് എന്ന് ആദ്യമായി പറയുകയാണ്. അതേപോലെ തന്നെ ഡോക്ടർ ഹാരിസ് പറഞ്ഞതിന്റെ ഒരു കൃത്യമായി നമ്മുടെ എറണാകുളം ജില്ലയിലെ ജനറൽ ഹോസ്പിറ്റലും അതുപോലെ തന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജും കഴിഞ്ഞ കോവിഡിന് ശേഷം, കോവിഡ് കാലഘട്ടം മുതൽ കൃത്യമായി ഈ ആരോഗ്യ മേഖലയിൽ ചെറിയൊരു പ്രവർത്തനം നടത്തുന്ന ഒരു എളിയവൻ എന്ന നിലയിൽ എനിക്ക് കൃത്യമായി അറിയാം, കോവിഡിന് ആ സമയം മുതൽ കൃത്യമായി മരുന്ന് കിട്ടാതെ രോഗികൾ മരിച്ചുപോയ സാഹചര്യം ഈ നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഈ അടുത്ത് നമ്മുടെ ജനറൽ ഹോസ്പിറ്റലിൽ നടന്ന ഒരു സംഭവമാണ് ഈ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ. അവർക്ക് ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾക്ക് പെരിറ്റോണിൽ ഡയാലിസിസ്, അതായത് വീട്ടിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ഡയാലിസിസ് ആണ് പെരിറ്റോണിൽ ഡയാലിസിസ്. അതിന് ഫ്ലൂയിഡ് കൊടുക്കുന്നത് ഗവൺമെന്റിന്റെ അണ്ടറിൽ നിന്നാണ്, അത് ജനറൽ ഹോസ്പിറ്റലിൽ നിന്നാണ് കൊടുക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ജില്ല, ആലപ്പുഴ ജില്ലയിൽ നിന്നൊക്കെ വരുന്ന ഫ്ലൂയിഡ് വാങ്ങിക്കുന്നത് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലാണ്. കഴിഞ്ഞ കുറച്ചു കാലം മുമ്പ്, ഒരു മാസങ്ങൾക്ക് മുമ്പ് ഫ്ലൂയിഡ് കിട്ടാതെ ഡയാലിസിസ് മുടങ്ങുന്ന ഒരു സാഹചര്യം നിലവിൽ നമ്മുടെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. കാരണം ചോദിച്ചപ്പോൾ ഫ്ലൂയിഡ് കൃത്യമായി അവർക്ക് കിട്ടുന്നില്ല എന്നാണ് അവരുടെ മറുപടി. അപ്പോ ഈ ഡയാലിസിസിനെ, പെരിറ്റോണിയൽ ഡയാലിസിസിനെ ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതും സർക്കാരാണ്. ആ സർക്കാർ തന്നെയാണ് കൃത്യമായി. അപ്പോ ശ്രീകുമാരനാണ് നെടുമങ്ങാട് നിന്നാണ്. ശ്രീകുമാരൻ, താങ്കൾ എങ്ങനെയാണ് ഈ ആശുപത്രിയുടെ ഇപ്പോഴുമായി ബന്ധപ്പെട്ട വിവാദങ്ങളെയും മന്ത്രിയുടെ പ്രതികരണത്തെയും ഒക്കെ കാണുന്നത്? സാറേ, ഞാൻ ഒരു അനുഭവസ്ഥനാണ്. പറഞ്ഞോളൂ. കിരണിനെ സംബന്ധിച്ച് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു വന്ന വ്യക്തിയാണ്. പറഞ്ഞോളൂ താങ്കൾ. അതെ, ഞാൻ ഇത് ഓപ്പറേഷൻ ചെയ്തുള്ളതെന്ന് കറക്റ്റ്. താങ്കളുടെ ടെലിഫോൺ ബന്ധത്തിൽ തടസ്സമുണ്ട് എന്ന് തോന്നുന്നു. ശ്രീ ഇടയം മുരളിയാണ്. ശ്രീ ഇടയം മുരളി, താങ്കൾ എങ്ങനെയാണ് ആരോഗ്യ മേഖലയിലെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെ, മന്ത്രിയുടെ പ്രതികരണത്തെ ഒക്കെ കാണുന്നത്? സാറേ നമസ്കാരം. സാറേ, ഞാൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ കട്ട് ചെയ്തിട്ട് വിൽക്കണല്ലേ? അത് കുറച്ച് ചുരുക്കി സംസാരിച്ചു കഴിഞ്ഞാൽ കട്ട് ചെയ്യില്ല. ശരി. ഈ ആരോഗ്യ മേഖലയിലെ പ്രശ്നത്തെ ഒരുപാട് പ്രശ്നങ്ങൾ വന്ന സമയത്ത് കൊല്ലത്തെ ജില്ലാ ആശുപത്രിയിൽ തന്നെ ഞങ്ങൾ 2 സമരങ്ങൾ നയിച്ചിട്ടുണ്ട്. നാഷണൽ ജനറൽ കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2 സമരങ്ങൾ നയിച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, അവിടെ ഇപ്പം മുമ്പ് സൂചിപ്പിച്ച പോലെ ഡയാലിസിസ് എല്ലാവരെയും ഡയാലിസിസ് ചെയ്യത്തില്ല. വെളിയിലുള്ള ഡയാലിസിസ് സെന്ററിലേക്ക് കുറിപ്പടി കൊടുത്തുവിടും. അപ്പോഴ് അവർ 2000 രൂപ അവിടെ അടയ്ക്കണം. അത് സാധാരണക്കാരുടെ ബുദ്ധിമുട്ടല്ലേ സാറേ? അപ്പൊ അത്തരം വിഷയങ്ങൾ ഒരുപാടുണ്ട്. ഞാൻ അതിലോട്ട് പോകുന്നില്ല. ഇപ്പോൾ ഇവിടെ നടന്ന സംഭവത്തെ കുറിച്ച് നമുക്ക് പറയാം. അവിടെ ഡോക്ടർ ഹാരിസ് യഥാർത്ഥത്തിൽ ഒരു ദൈവപുത്രനാണ്. കാര്യം ആശുപത്രികളിൽ പലയിടത്തും നടക്കുന്ന ഇതാണ്, മനുഷ്യനെ കൊന്നൊടുക്കുന്ന സാഹചര്യം ആശുപത്രിയിൽ നടക്കുന്നത്. കാര്യം സംവിധാനമില്ല അല്ലെങ്കിൽ പിന്നെ സിസ്റ്റത്തിന്റെ പിഴവാണ് എന്ന് പറഞ്ഞ് വാരി മുറിച്ചിട്ടിട്ട് രക്ഷപ്പെടാമെന്നുള്ള മന്ത്രിയുടെ ആ തന്ത്രം ഉണ്ടല്ലേ, അത് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ നടത്തരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ആശുപത്രികളിൽ ഈ അടുത്ത സമയം വരെ എക്സ്പയറി കഴിഞ്ഞ മരുന്നുകൾ കൊടുക്കുന്നുണ്ട്. അതായത് കഴിഞ്ഞ മാസം വരെ ഉപയോഗിക്കുന്ന അങ്ങനെ എക്സ്പയറി കഴിഞ്ഞ മരുന്ന് കൊടുക്കുന്ന അവസ്ഥ
സാറിന് തെളിവ് സഹിതം ഞാൻ ശരി, തെളിവ് സഹിതം താങ്കൾ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. താങ്കൾ അങ്ങനെ ഏതെങ്കിലും ഒരു ആശുപത്രിയിൽ നിന്ന് ലഭിച്ച മരുന്നിന് എക്സ്പയറി കഴിഞ്ഞ മരുന്നാണെങ്കിൽ അത് താങ്കൾ തെളിവ് തരൂ, നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ശരി, അല്ല നമ്മൾ പൊതുവായി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ശരിയല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം, എവിടെയെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ. ശരി. ശ്രീ അജയകുമാറാണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ അജയകുമാർ, താങ്കൾ എങ്ങനെയാണ് മന്ത്രിയുടെ ഈ പ്രതികരണത്തെ കാണുന്നത്? ശ്രീ കിരൺ, ആ ഡോക്ടർ പറഞ്ഞത് ശരിയാണ്, മന്ത്രി പറഞ്ഞത് ശരിയാണ്. ഈ മന്ത്രി പറഞ്ഞത് ശരിയാകുമ്പോൾ എന്തുകൊണ്ട് മന്ത്രി തിരുത്തുന്നില്ല എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇത് കേവലം മന്ത്രി വിചാരിച്ചാൽ മാത്രം തിരുത്താൻ പറ്റുന്ന ഒരു സിസ്റ്റം അല്ല കേരളത്തിലേത്. കേരളത്തിലെ ഗവൺമെന്റ് എംപ്ലോയീസ് കംപ്ലീറ്റ്, അത് IAS തൊട്ട് താഴോട്ട് ഈ താഴെത്തട്ടുള്ളവർ വരെ ശക്തമായ യൂണിയന്റെ പിൻബലത്തിൽ ജോലി ചെയ്യുന്നവരാണ്. ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനത്തും ഇല്ലാത്ത യൂണിയന്റെ പവർഫുൾ ആയിട്ടുള്ള യൂണിയൻ മെമ്പേഴ്സാണ് ഇവരെല്ലാം. ഇവരാണ് സർക്കാരിനെ നിയന്ത്രിക്കുന്നത്. അത് ഇപ്പോൾ LDF ആയിക്കോട്ടെ, നാളെ UDF ആയിക്കോട്ടെ, BJP വന്നോട്ടെ, ഇവരാണ് നിയന്ത്രിക്കുന്നത്. ഈ ബ്യൂറോക്രസിക്കുള്ളിലാണ് കിടന്ന് എല്ലാ കാര്യങ്ങളും വലിച്ചു നീട്ടിക്കൊണ്ടുപോകുന്നത്. ഒരു നിസ്സാര കാര്യം കൂടെ ഞാൻ പറഞ്ഞു നിർത്താം. ഞാനൊരു വർഷത്തിന് മുമ്പ് സോളാർ സിസ്റ്റം വെച്ചെന്റെ വീട്ടിൽ. അപ്പൊ അതിനുവേണ്ടി ഒരു നെറ്റ് മീറ്റർ വേണം. ആ നെറ്റ് മീറ്ററോടെ തന്നെങ്കിൽ ഇത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. ഞാൻ കാശെല്ലാം കൊടുത്ത് എല്ലാം ചെയ്തു വെച്ചിരിക്കുകയാണ്. ഈ നെറ്റ് മീറ്ററോടെ വെച്ചെങ്കിൽ ഇത് കമ്മീഷൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞാൻ അതിന്റെ എല്ലാ വഴികളിലും പോയിട്ട് ആ മീറ്റർ മേടിക്കാൻ, അത് ഗവൺമെന്റ് അനുവദിച്ച അത്രയും മീറ്റർ കേരളത്തിൽ യൂസ് ചെയ്ത് കഴിഞ്ഞിനിയില്ല. ഇനി അടുത്തത് മേടിക്കണമെന്നുണ്ടെങ്കിൽ ഈ വകുപ്പിൽ നിന്നും, ഇലക്ട്രിസിറ്റി വകുപ്പിൽ നിന്നും പേപ്പറുകൾ ഉണ്ടാക്കി മറ്റേ വകുപ്പിൽ പോയി, ഈ വകുപ്പിൽ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനോട് സംസാരിച്ചു. ഞാൻ വെറുതെ ഒന്ന് ചോദിച്ചു, ഒരു 4 മാസം എടുക്കൂലേ? 4 മാസം കൊണ്ട് കിട്ടിയാൽ ഭാഗ്യമെന്ന് അവരുടെ അടുത്ത് പറഞ്ഞതാണ്. അപ്പൊ എന്ന് പറയുമ്പോൾ ഈ 4 മാസം എനിക്ക് വൈദ്യുതി പ്രൊഡക്ഷൻ ഇല്ലാതെ ഞാൻ കളയണം. അപ്പൊ ഞാനിത് കാശ് കൊടുത്ത് മേടിച്ചു വെക്കാണ് ഇവിടെ ചെയ്തത്. ഇതൊരു ബ്യൂറോക്രസിയുടെ തകരാറാണിത്. സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു പക്ഷേ സർക്കാരിന് കാണുമായിരിക്കാം, എനിക്കറിയത്തില്ല. സർക്കാർ തന്നെ പറയണം സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇത് മേടിക്കാതിരിക്കുന്നതെന്ന്. പക്ഷേ ഈ ബ്യൂറോക്രസി അത് സമസ്ത മേഖലയിലും ഒരു ക്യാൻസർ പോലെ പടർന്നിരിക്കുകയാണ് കേരളത്തിലെ ബ്യൂറോക്രസി. അത് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇത്ര സ്ട്രോങ് ആയിട്ടുള്ള യൂണിയനുകളില്ല. ഗവൺമെന്റിനെ മുട്ടുകുത്തിക്കുന്ന യൂണിയനുകളില്ല. നമ്മളിത് ഏതാനും ഒരു വർഷത്തിന് മുമ്പ് നമ്മൾ അങ്ങനെ അത്തരത്തിൽ കേരളത്തിലെ ഈ ഏതെങ്കിലും യൂണിയനുകൾ കേരളത്തിൻ്റെ പൊതുവികസനത്തിനോ അല്ലെങ്കിൽ പൊതു സിസ്റ്റത്തിനോ ഒന്നും അവർ യൂണിയനുകളുടെ പ്രശ്നം ഇല്ല എന്നല്ല, പക്ഷേ അതിനെ ഒന്നും അങ്ങനെ ആ തരത്തിലൊരു മൂരാച്ച് നിലപാടെടുത്ത് സ്വീകരിക്കുന്ന നിലപാടിലേക്കൊന്നുള്ള അവസ്ഥ ഇപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കേരളത്തിൽ എന്തായാലും ഇല്ല. അതെ, ഇൻഡിവിജ്വൽ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതാണ് ഇതിന്റെ അവസാനം വലിയ സംഭവങ്ങളായിട്ട് മാറുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു സർക്കാർ ഓഫീസിൽ ഞാനൊരു ആവശ്യവുമായിട്ട് പോയിട്ട് അവിടുത്തെ സൂപ്രണ്ടുമായിട്ട് കാണേണ്ടി വന്നു. ഇതുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിന്ന് അദ്ദേഹം ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു ക്ലാർക്കാണ് ഈ പേപ്പറുകൾ നീക്കേണ്ടത്. അദ്ദേഹത്തിന്റെ കയ്യിലാണ് ഈ പേപ്പർ. ആ ക്ലാർക്കിനെ അദ്ദേഹം ഒരു 4-5 പ്രാവശ്യം വിളിച്ചിട്ട് ആ ക്ലാർക്ക് ഈ സൂപ്രണ്ട് എടുത്ത് വരാൻ തയ്യാറല്ല. പിന്നീട് വളരെ ഒരല്പം പരുഷമായിട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ വന്നിട്ട് ഈ സൂപ്രണ്ട് പറയുന്നതിന് ഒരു രീതിയിൽ പോലും അദ്ദേഹം ആ ക്ലാർക്ക് വില കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഞാൻ നോക്കാം എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ് ചെയ്തത്. അയാൾ ചെയ്യേണ്ട ജോലിയാണല്ലോ, അത് വഴിവിട്ടുള്ള ജോലിയല്ല. നേരെ മറിച്ച് ഇതൊരു പ്രൈവറ്റ്, ഇപ്പൊ താങ്കൾ തന്നെ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന് പ്രൈവറ്റ് സ്ഥാപനമല്ലേ, ഇവിടെ ആണെങ്കിൽ എന്തായിരിക്കും, നമുക്ക് ജോലി കാണത്തില്ല. അപ്പൊ ഞാൻ ഈ സൂപ്രണ്ടിന്റെ അടുത്ത് ചോദിച്ചു സാറേ എന്താ, ഇതൊക്കെയാണ് ഇവിടുത്തെ സിസ്റ്റങ്ങൾ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സിസ്റ്റമൊക്കെ തിരുത്തുകയാണ്, അങ്ങനെ തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുക തന്നെയാണ് വേണ്ടത്. അതിന്റെ ഉത്തരവാദിത്തം ഭരണകൂടത്തിന് തന്നെയാണ്. ശ്രീ പ്രദീപാണ് ഇടുക്കിയിൽ നിന്നും. ശ്രീ പ്രദീപ്, താങ്കൾക്ക് പറയാം. എനിക്ക് ചെറിയ അനുഭവമല്ല, വലിയ അനുഭവമാണ്. ഞാനന്ന് 2.5 വർഷം മുമ്പേ പറഞ്ഞോ. ഹലോ, കേക്കാവോ? പറഞ്ഞു. 2.5 വർഷം മുമ്പ് വീണ് കാല് തളർന്നുപോയി. ഞാനൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ആദ്യം ചെന്നെ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഒരു സർജറി വേണം, നട്ടലിന്റെ അവിടെ ഇൻഫെക്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഒരു ബോൾട്ട് ഇടണമെന്ന് പറഞ്ഞു നട്ടലിന്റെ അവിടെ. അപ്പോൾ വേണമെങ്കിൽ മെഡിക്കൽ കോളേജ് ഒക്കെ അവിടെ സൂപ്പറായിട്ട് ചെയ്തു തരുന്നു പറഞ്ഞു. ഞാൻ കോട്ടയം മെഡിക്കൽ കോളേജ് ചെന്നു. അവിടെ 22 ദിവസം കിടന്നു. അതിനിടയ്ക്ക് കംപ്ലീറ്റ് ടെസ്റ്റ് വരെ നടത്തി. അതായത് CT സ്കാൻ വരെ എടുത്തു. ഇവിടുത്തെ സ്കാനൊന്നും അവർ പറഞ്ഞു അതൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അവിടെ എല്ലാത്തിനും പൈസ 6000-7000 വെച്ച്. അതിനിടയ്ക്ക് ക്ഷയം ഉണ്ടോ എന്ന് സംശയം പറഞ്ഞു 5 ഗുളികയും തന്നു. ഡെയിലി കഴിച്ചാൽ പറഞ്ഞു, അരച്ച് കലക്കി കുടിക്കലാന്ന് പറഞ്ഞു. 3 ദിവസം കഴിഞ്ഞാൽ അത് സിസ്റ്റോടി ക്ഷയമൊന്നുമില്ല, അത് കഴിക്കേണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 22 ദിവസം കഴിഞ്ഞ് സർജറി ചെയ്തു. അവർ ബോൾട്ട് കിട്ടില്ല, ഒന്നും കിട്ടില്ല. ആ ഇൻഫെക്ഷൻ എടുത്തു കളഞ്ഞിട്ട് തുന്നി കിട്ടിയും കിട്ടും. ഞാനിപ്പോൾ കാലും മടങ്ങി തളർന്നു കിടക്കാം. ഒന്നും ശരിയായില്ല. അവിടെ കുറെ കാശും പോയി എന്നല്ലാണ്ട് ഒരു പ്രയോജനം കിട്ടിയില്ല. താങ്കൾ നടക്കാൻ കഴിയുന്ന അവസ്ഥയല്ലേ അന്നേരം? നടക്കൂല, എഴുന്നേറ്റിരിക്കാൻ പോലും പറ്റില്ല. താങ്കൾ അതിനെതിരെ പരാതി നൽകിയില്ലേ? എവിടെ പരാതി? എന്ത് പരാതി കൊടുക്കാൻ? ഞാൻ പരാതി കൊടുത്തിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഞാനത് വന്ന
തൊടുപുഴ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു. അവർ പറഞ്ഞാൽ ബോൾട്ട് ഇട്ടില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് കാലം നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. നിന്ന് കഴിഞ്ഞാൽ കാല് ബലം കിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ രണ്ടാമത് ചെയ്യണം, അല്ലാണ്ട് രക്ഷയില്ല. ഈ കാല് നിർത്തണമെങ്കിൽ ആയുർവേദത്തിൽ ചെന്ന് ഒരു 5-6 മാസം ട്രീറ്റ്മെന്റ് നടത്തണം. ഇത് അവിടെ ചെന്ന് അവര് നമ്മളെ തിരിഞ്ഞു നോക്കലാണ്. അല്ല പ്രദീപ്, അത് അങ്ങനെ ഉണ്ടെങ്കിൽ താങ്കൾ തീർച്ചയായും പരാതി കൊടുക്കണം. ഇത്തരം പരാതികളൊക്കെ വരുമ്പോഴാണ് പരിശോധനകളും ഒക്കെ വന്ന് അത്തരം തിരുത്തലുകൾ ഒക്കെ വരുന്നത്. അല്ലെങ്കിൽ നാളെ മറ്റൊരാൾ ചെന്നാലും അയാൾക്ക് ഇതേ അനുഭവം തന്നെയല്ലേ ഉണ്ടാവുന്നത്. 10,75,000 രൂപ അവിടെ ചെലവായി. അത് എല്ലാത്തിനും പൈസ മേടിച്ചത്. പൊടിപ്പാറാവ് സ്ഥലത്ത് കൊണ്ട് ടെസ്റ്റ് ചെയ്തു കംപ്ലീറ്റ്. അത് CT സ്കാനിനൊക്കെ 6,000 രൂപ മേടിച്ചു. ഒരു 7,500 രൂപ പറഞ്ഞു, 6,000 രൂപ മേടിച്ചു. അത് അകത്ത് തന്നെ ചെയ്ത് വേറെ കമ്പനികളാണ് നടത്തണത്. കംപ്ലീറ്റ് മേടിച്ചുമ്പോ ഇപ്പൊ 2.5 വർഷമായി കിടപ്പ് തന്നെ. ശരി, ശ്രീ പ്രദീപ് പറഞ്ഞത് ശരിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്ഥിതി മോശമാണ്. എന്റെ തൊട്ടടുത്ത് കിടന്ന പയ്യൻ തലക്കര ഓപ്പറേഷൻ ചെയ്തിട്ട് ആ ചെറുക്കൻ കംപ്ലീറ്റ് പോയി. വേറെ പയ്യൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് മറ്റേ പുട്ടപുറത്തേക്ക് ചെന്ന് സർജറി ചെയ്ത് പുള്ളി ഓട്ടോറിൽ ഓടിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. ശരി, ഓക്കെ. ശ്രീ പ്രദീപിന്റെ വിഷയമാണെങ്കിൽ തീർച്ചയായും അത് അത്തരം കാര്യങ്ങൾ പരാതി കൊടുക്കാൻ കൂടി നമ്മൾ തയ്യാറാവണം. അങ്ങനെയാണെങ്കിൽ മാത്രം അത്തരം പരിശോധനകളും നടപടികളും ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ തന്നെ ഒരു ഡോക്ടർ അത് തുറന്നു പറഞ്ഞതുകൊണ്ടാണ് അത്തരം അന്വേഷണങ്ങളൊക്കെ വരുന്നത്. എല്ലാവരും ഇത് മറച്ചു വെക്കുകയും അല്ലെങ്കിൽ പരസ്പര സങ്കടം പറയുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ സിസ്റ്റം പരിഹരിക്കണമെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം മന്ത്രിക്കാണെന്ന് പറയുമ്പോൾ തന്നെ നമുക്കും ഒക്കെ ഉണ്ട്. നമ്മൾ അത്തരം കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, മാധ്യമങ്ങൾ പോലും ചെയ്യുന്നതാണ്, ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് നോക്കി ശരിയാണോ, അത്തരം വിമർശനം ശരിയാണോ എന്ന് പരിശോധിച്ച് തിരുത്തുമ്പോഴാണ് സിസ്റ്റം നന്നായി പോകുന്നത്. അത് രോഗികളായ സാധാരണ പൗരനായാലും അത് തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ഒരു അനീതി സംഭവിച്ചു എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ അക്കാര്യത്തിൽ നമ്മൾ പരാതി കൊടുക്കുക തന്നെ വേണം. ശ്രീ രഘുനന്ദനാണ് കൊല്ലത്ത് നിന്ന്. ശ്രീ രഘുനന്ദനായി താങ്കൾ പറഞ്ഞോളൂ. ഞാൻ രഘുനന്ദനൻ, തിരുമുല്ലവാരം. ശരി, പറഞ്ഞോളൂ, അറിയാം. അതായത് ഈ സിസ്റ്റം ശരിയല്ല എന്ന് മന്ത്രി പറഞ്ഞു. മന്ത്രി സമ്മതിച്ചാൽ വളരെ സന്തോഷമുണ്ട്. പക്ഷെ സിസ്റ്റം ആരാണ് ശരിയാക്കേണ്ടത്? അപ്പം അത് മന്ത്രി തന്നെയാണ് ശരിയാക്കേണ്ടത്. സിസ്റ്റം ശരിയല്ലെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്തിട്ട് മന്ത്രിയുടെ അടുത്ത് വന്നിട്ടില്ല എന്ന് പറയുന്നു. അത് ആ ഡോക്ടർ പോലും സമ്മതിക്കുന്നുണ്ട്. മന്ത്രിയുടെ അടുത്ത് വന്നിരിക്കും, തീർച്ചയായിട്ടും മന്ത്രി ഇത് ഇടപെട്ടേനെ. നല്ലൊരു മന്ത്രിയാണ്. പണ്ടത്തെ കണക്കല്ല സർക്കാർ ഓഫീസുകളെല്ലാം, സർക്കാർ മെഡിക്കൽ ആശുപത്രികളെല്ലാം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ചിലയിടത്തും പലയിടത്തും ഈ യൂണിയന്റെ അതിപ്രസരമാണ് ഇതിനെല്ലാം പൂച്ചലങ്ങിടുന്നത്. അപ്പം ഇത് വളരെ കർശനമായിട്ട് നിയന്ത്രിക്കും. ഇപ്പം ഇതിനൊരു നമ്പർ പ്രധാനമായിട്ടും കൊടുക്കണം. അതായത് ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ടൊന്നും കാര്യമില്ല. മന്ത്രി അതിനെ സമ്മതിച്ചു കഴിഞ്ഞു. അപ്പൊ മന്ത്രിയുടെ അടുത്തോട്ട് ചെല്ലുന്നില്ല. അപ്പൊ മന്ത്രിയെ നേരിട്ട് ബന്ധപ്പെടാനുള്ള ഏതെങ്കിലും ഒരു നമ്പർ, ഏതെങ്കിലും ആശുപത്രിയിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ അത് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക. മന്ത്രി നിർബന്ധമായിട്ട് അത് ഇടപെടണം. മാത്രമല്ല, ഈ മാധ്യമങ്ങൾക്ക് ആവശ്യമില്ലാതെ മറ്റ് കാര്യങ്ങൾക്കൊക്കെ ചെലവഴിക്കുന്ന മാധ്യമങ്ങൾ ഇനിയെങ്കിലും ഓരോ ജില്ലാ ആശുപത്രികളും താലൂക്ക് ആശുപത്രികളും ബന്ധപ്പെട്ട് അവിടെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, സിസ്റ്റത്തിന് എവിടെയെങ്കിലും തകരാറുണ്ടോ എന്ന് നിങ്ങളത് റിപ്പോർട്ടിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ. എന്നാലേ ജനങ്ങൾക്ക് ഉള്ള ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും മാറ്റിയേ പറ്റും. സിസ്റ്റത്തിന്റെ മാറ്റേണ്ടത് ഗവൺമെന്റ് തന്നെയാണ്. അപ്പൊ അത് പലയിടത്തും ഈ സാധനങ്ങൾ ആവശ്യമില്ലാതെ വാങ്ങിക്കൂട്ടുന്നതായിട്ട് പരാതിയുണ്ട് പ്രൈവറ്റ് മേഖലയെ രക്ഷിക്കാനായിട്ട്. എന്നിട്ട് ഈ വാങ്ങിക്കൂട്ടുന്ന സാധനങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല, അത് തകരാറാകുന്നു. അപ്പൊ നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വാങ്ങുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് പരാതികളുണ്ട്. ഇതെല്ലാം മാധ്യമങ്ങൾ നേരിട്ട് ഇറങ്ങിച്ചെന്ന് ഓരോ സ്ഥലത്തും അത് പരിശോധിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ശ്രീ ന്യൂത്തിങ്കർ നമ്മുടെ യൂട്യൂബിൽ പറയുന്നു, ഒട്ടുമിക്ക സർക്കാർ ആശുപത്രികളിലും ഇപ്പോൾ ഈ അവസ്ഥയാണ് എന്നൊക്കെ പറയുന്നു. അത് പറയുന്നത് ന്യൂത്തിങ്കർ ആയതുകൊണ്ട് എനിക്ക് അതിൽ വലിയ വിശ്വാസമൊന്നുമില്ല. അദ്ദേഹം നിരന്തരം വിമർശനം ഇത്തരം അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇത് വെച്ചിട്ട് ഇപ്രാവശ്യം എന്തായാലും വേറെ വർഗീയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ള ഒരു ആശ്വാസമുണ്ട്. ശ്രീ സ്വാമിനാരായണൻ പറയുന്നു, കേരളം ഒന്നിലും നമ്പർ 1 ആയത് ഇവിടെ രാഷ്ട്രീയ യൂണിയൻകാരുടെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും ഒരു കാര്യവുമില്ല. ഇവരെയും പെൻഷൻ പറ്റിയവരെയും തീറ്റിപ്പോരുന്നതാണ് ബാക്കിയുള്ളവർ എന്ന് പറയുന്നു. അങ്ങനെ അല്ല, കേരളത്തിന് നമ്പർ 1 ആയതിൽ കേരളത്തിൻ്റെ നിയന്ത്രിച്ച എല്ലാവർക്കും അതിൽ പങ്കുണ്ട്. അതിൽ അവരെയൊക്കെ അങ്ങനെ സർക്കാർ സംവിധാനങ്ങളും ഡോക്ടർമാരും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഈ രാജ്യത്തിൻ്റെ കേരളത്തിൻ്റെ ആരോഗ്യസ്ഥിതിയൊക്കെ മെച്ചപ്പെട്ട് നിൽക്കുന്നത്. അല്ലാതെ അവരെ ഒന്നും വേണ്ട, അവരെ ഒന്ന് തീറ്റിപ്പോറ്റുന്നത്, അവർക്കെല്ലാം ശമ്പളം കൊടുക്കുന്നത് തെറ്റാണ് എന്നുള്ള നിലപാട് ഉണ്ട്. ഒരു സംസ്ഥാനത്തിനും ഒരു ദേശത്തിനും മുന്നോട്ട് പോകാൻ കഴിയില്ല. ശ്രീ സ്വാമിനാരായണൻ, അതൊരു തെറ്റായ നിഗമനം കൂടിയാണ്. സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ഗവൺമെൻറ് ജീവനക്കാരും രാഷ്ട്രീയക്കാരുമാണ്. ജോലി ചെയ്യാൻ കൈക്കൂലി, അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ ശമ്പളം, പെൻഷനൊക്കെ. അത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് തിരുത്തണം. അങ്ങനെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത്തരം തെറ്റായ പ്രവണതകൾ തിരുത്തുകയും വേണം. എന്ന് കരുതി നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥരാരും വേണ്ട, അല്ലെങ്കിൽ ഡോക്ടർമാർ ഗവൺമെൻറ് ആശുപത്രിയിൽ വേണ്ട എന്നല്ല അതിൽ നിലപാട് സ്വീകരിക്കേണ്ടത്. കമാൻഡർ മാത്യു ആണ് അടൂരിൽ നിന്നും. ശ്രീ കമാൻഡർ മാത്യു, താങ്കൾക്ക് പറയാം. ഞാനിപ്പം പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചല്ലേ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. നമ്മുടെ ഈ ഡോക്ടർ ഹാരിസ് എന്ന് പറഞ്ഞ കാര്യം വളരെയേറെ കറക്റ്റായിട്ടൊരു കാര്യമാണ്. എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ ഞങ്ങളുടെ അടൂര് ഗവൺമെന്റ് ആശുപത്രി നമ്മളിപ്പോ ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു കാരുണ്യ ഫാർമസി ഉണ്ട്. ആ കാരുണ്യ ഫാർമസി അടച്ചു പൂട്ടിയിട്ട് 2 വർഷമായി.
ഇതുവരെ ഫാർമസി അവിടെ തുടങ്ങിയിട്ടില്ല. പത്തനംതിട്ട ജില്ലയിൽ മന്ത്രിയുടെ സ്വന്തം ജില്ലയിൽപ്പെട്ട ഒരു ഹോസ്പിറ്റലാണ് അടൂർ ഗവൺമെന്റ് ആശുപത്രി എന്ന് പറയുന്നത്. എന്താ കാര്യമെന്ന് വെച്ചാല് ആ ഫാർമസി അവിടെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനാവശ്യമായ മരുന്ന് അവിടെ വേണം. ഈ മരുന്ന് അവിടെ കൊടുക്കാനില്ല സർക്കാരിന്. അപ്പൊ ഇതിപ്പം അടൂർ ഗവൺമെന്റ് ആശുപത്രി മാത്രമല്ല, പത്തനംതിട്ട ജില്ലയിലെ എല്ലാ താലൂക്ക് ആശുപത്രിയും സ്ഥിതി ഇത് തന്നെയാണ്. അപ്പൊ ഈ ഒരു സംവിധാനം മൊത്തത്തിൽ ആരോഗ്യ വകുപ്പ് കേരളത്തിലാണെങ്കിൽ പോയി കിടക്കുകയാണ്. 2 വർഷമായിട്ട് ഡെപ്യൂട്ടി സ്പീക്കർ താമസിക്കുന്ന സ്ഥലത്ത് ഗവൺമെന്റ് ആശുപത്രിയുടെ കാര്യം ഞാൻ പറയുന്നത്, അവിടെ ഒരു കാരുണ്യ ഫാർമസി ഉണ്ടായിട്ട് അത് ഒന്ന് പുനരുദ്ധീകരിക്കാൻ സാധിച്ചിട്ടില്ല. എവിടെ ഇവിടെ മരുന്ന് കൊടുക്കുന്നേ? കാണിച്ചത് അടൂരിലെ ആശുപത്രിയുടെ വിഷയമാണ്. കാരുണ്യ ഫാർമസി ഇല്ല എന്ന് പറയുന്നു. കാരുണ്യ ഫാർമസി ഇല്ലെങ്കിൽ സ്വാഭാവികമായും സാധാരണക്കാരായ ആളുകൾക്ക് ഗവൺമെൻറ് ആശുപത്രിയെ ആശ്രയിക്കുന്നതിൽ ഒരു 70-80% ആൾക്കാരും ഏറ്റവും സാധാരണക്കാരായ ആൾക്കാരാണ്. മറ്റ് സ്വകാര്യ മേഖലയിലൊക്കെ പോകാൻ കൂടി സാമ്പത്തിക ശേഷി ഇല്ലാത്ത ആളുകൾ കൂടി ആശ്രയിക്കുന്ന ഒരു സ്ഥാപനമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് കുറഞ്ഞ വിലയ്ക്ക് മരുന്ന് കിട്ടാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാക്കേണ്ടതാണ്. അതിനുവേണ്ടിയാണ് ഈ കാരുണ്യ ഫാർമസിയൊക്കെ തുടങ്ങിയത്. അതിൽ എവിടെയെങ്കിലും അടച്ചുപൂട്ടി പോയെന്നുണ്ടെങ്കിൽ അത് തുറക്കാനുള്ള ഉത്തരവാദിത്വം സ്വാഭാവികമായും സർക്കാരിനുണ്ട്. മന്ത്രി അടക്കം ആരോഗ്യവകുപ്പ് അടക്കം ഇതൊക്കെ കേൾക്കുമെന്നും തിരുത്തുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമുക്ക് മറ്റൊരു പ്രശ്നത്തിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. ശ്രീ സുജിത്താണ് ചങ്ങനാശ്ശേരിയിൽ നിന്നും. ശ്രീ സുജിത്ത്, താങ്കൾ പറഞ്ഞോളൂ. നമസ്കാരം. നമസ്കാരമുണ്ട്, പറഞ്ഞോ. സാറേ, ഞാൻ ഈ സിസ്റ്റത്തിന്റെ കാര്യം ഞങ്ങൾ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. സാർ, ഈ സിസ്റ്റം ഇവിടെ മാത്രമല്ല, ആരോഗ്യമേഖല മാത്രമല്ല. താങ്കൾ പറയൂ. കേരള നാട്ടിൽ ഗൗരിയമ്മ ഭരിക്കട്ടെ എന്ന് പറഞ്ഞ ചൊല്ലുണ്ടായിരുന്നു. അത് ഇതുമായിട്ട് എന്താണ് ബന്ധം? ഇന്ന് കേരളത്തിലെ ഒരു സിസ്റ്റത്തിന്റെ നാളികേരത്തിന്റെ വില എത്രയാണെന്നറിയോ സാറിന്? 450 രൂപ, 500 രൂപയാണ്. അത് വേറൊരു സിസ്റ്റത്തിന്റെ കഥയാണ്. IPS സിസ്റ്റത്തിന്റെ കഥ പറയുകയാണെങ്കിൽ പ്രശാന്ത് IPS എന്തുകൊണ്ട് അവിടുന്ന് മാറിയിരിക്കുന്നു? ശ്രീ സുജിത്ത്, ഈ താങ്കൾ ഈ പറയുന്നതും ഈ ഇതുമായിട്ട് എന്താണ് ബന്ധമെന്ന് എനിക്ക് കൃത്യമായി മനസ്സിലായി. ഇതെല്ലാം ഓരോ സിസ്റ്റത്തിന്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങളാണ്. പ്രശാന്തിന്റെ കാര്യങ്ങളും ഈ പറയുന്ന നാളികേരത്തിന്റെ കാര്യങ്ങളും ഈ പറയുന്ന ആരോഗ്യ രംഗത്തെ, ഇപ്പൊ ഇന്ന് ആരോഗ്യ രംഗമാണെങ്കിൽ നാളെ മറ്റൊരു രംഗം. ഇന്ന് നിങ്ങൾ ചർച്ച ചെയ്യുന്നു, നാളെ വേറൊരു വിഷയം. ഇതൊക്കെ നമ്മൾ മാറ്റേണ്ട കാര്യങ്ങളെ വളരെ അതിജീവിച്ചിരിക്കുന്നു. മനസ്സിലായോ? രാഷ്ട്രീയവും ഇതും ഒന്നുമല്ല. നമുക്ക് ജനങ്ങൾക്ക് സാധാരണ ജീവിക്കാനുള്ള സാമാന്യ വില കൊടുത്ത് ജീവിക്കാനുള്ള ഇതാണ് നമ്മൾ വേണ്ടത്. മരുന്നും അതുപോലെ തന്നെയാണ്. നമ്മൾ മേടിക്കുന്ന നാളികേരവും നമ്മൾ മേടിക്കുന്ന പരിപ്പ് ഇത് അതുപോലെ തന്നെയാണ് മരുന്നും. ശരി, ഓക്കെ. താങ്കളുടെ അഭിപ്രായം അങ്ങനെ മുഴുവൻ സിസ്റ്റത്തിനും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അത് എന്നായിട്ടാണ് അദ്ദേഹം അത്തരമൊരു അഭിപ്രായം പറഞ്ഞത്. എന്തായാലും നമുക്ക് ഒരു ചെറിയ ഇടവേളയിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. നമ്മുടെ ആരോഗ്യമന്ത്രിയുടെ പ്രതികരണവും ഒരു ഡോക്ടർ ഇവിടുത്തെ ഒരു ശസ്ത്രക്രിയയ്ക്ക് ഉപകരണങ്ങളില്ലാതെ മുടങ്ങുന്ന വിഷയം തുറന്നു പറയുകയും ഒക്കെ ഹാരിസ് ചിറക്കൽ എന്ന് പറയുന്ന ഡോക്ടർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഉണ്ടാവുകയും ആദ്യഘട്ടത്തിലൊക്കെ അതിനെതിരായ നിലപാട് സ്വീകരിക്കുകയും അത് എന്തുകൊണ്ടാണ് തുറന്നെഴുതിയത്, അതിൽ നടപടി വേണമെന്നൊക്കെ പറഞ്ഞവർ പിന്നീട് മന്ത്രി തന്നെ അത് പരിശോധിക്കും, അദ്ദേഹം സത്യസന്ധനായ ഡോക്ടറാണ് എന്നൊക്കെ പറഞ്ഞ് അത് മാതൃകാപരമായ നിലപാടാണ്. പക്ഷേ ഒപ്പം ഇത് സിസ്റ്റത്തിലെ കുഴപ്പമാണ്, ഈ ഉപകരണങ്ങൾ വാങ്ങാനുള്ള താമസം എന്ന് പറയുന്നത്. പക്ഷേ ആ സിസ്റ്റം തിരുത്തേണ്ട ഉത്തരവാദിത്വം കൂടി മന്ത്രിക്കില്ലേ എന്നുള്ള ചോദ്യമാണ് ഉന്നയിക്കുന്നത്. ഈ വിഷയത്തിലാണ് ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾക്ക് പറയാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഉന്നയിച്ച വളരെ ഗൗരവകരമായ ഒരു പ്രശ്നം വളരെ നൈസായിട്ട് സിസ്റ്റത്തിന്റെ പിഴവാണെന്ന് പറയാൻ മന്ത്രിക്ക് എങ്ങനെയാണ് തോന്നുന്നതെന്നാണ് മനസ്സിലാവാത്തത്. വളരെ ഗുരുതരമായ പ്രശ്നം തന്നെ. പാവപ്പെട്ട നിർധനരായ നിരാരംഭരായ നിരാശ്രരായ രോഗികൾ അവിടെ ഓപ്പറേഷന് വിധേയമായി വരുമ്പോൾ അവർക്ക് സാധന സാമഗ്രികൾ ഇല്ലാതെ അവർ ഓപ്പറേഷൻ ചെയ്യാതെ മരണത്തിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷം ഒരു സ്ഥാപനത്തിലുണ്ടായാൽ ആ സ്ഥാപനത്തിൽ ഇന്ന ദോഷം കൊണ്ടാണ് എന്ന് പറയുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വകുപ്പ് തല അന്വേഷണം നടത്തി അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് പകരം മാധ്യമങ്ങൾക്ക് മുൻപാകെ നിന്നുകൊണ്ട് പറയുകയാണ് സിസ്റ്റത്തിന്റെ പേരാണ്. ശ്രീ റഷീദ്, അങ്ങനെയല്ല, അത് പരിശോധിച്ച് ഗൗരവമായി തന്നെ പരിശോധിക്കുന്നു. ആ മന്ത്രി പറഞ്ഞത് അദ്ദേഹത്തെ തള്ളിക്കളയുന്നതല്ല, ഗൗരവമായി പരിശോധിക്കുന്നു, ആ തെറ്റുകൾ തിരുത്തുമെന്ന് മന്ത്രി പറഞ്ഞു. നമ്മൾ ഒരു കുറ്റം പറയുമ്പോൾ പൂർണ്ണമായ ആ തരത്തിൽ പറയരുതല്ലോ. ഞാൻ പറയുന്നത് കേൾക്കൂ മിസ്റ്റർ കിരൺ, ഞാൻ പറയുന്നത് കേൾക്കൂ. എന്താന്ന് വെച്ചാല് വളരെ ആ ബോഡി ലാംഗ്വേജും ആ വർത്തമാനം പറയാൻ പോലും അവർക്ക് നേരമില്ല.
മാധ്യമങ്ങളോട് പറയാൻ പോലും അവർക്ക് നേരമില്ല. അതിന്റെ ഒരു വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അതിന് വേണ്ടുന്ന ക്രിയകൾ ചെയ്യും, ഞാൻ അതിന് വേണ്ടുന്ന പ്രക്രിയകൾ ചെയ്യും, അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നീക്കും എന്ന് പറയുന്നതിന് പകരം സിസ്റ്റത്തിന്റെ പിഴവാണ്. അത് പറഞ്ഞു മന്ത്രി പറഞ്ഞില്ല, മന്ത്രി അത് പറഞ്ഞു എന്നുള്ളത് കൂടി ഉണ്ട് അതിനകത്ത്. അതല്ല അതിന്റെ വിഷയം. പാവപ്പെട്ട രോഗികളാണ് ഓപ്പറേഷൻ വിധേയമാകാൻ കഴിയാതെ പ്രയാസപ്പെടുന്നത്. ആ പ്രയാസം മനസ്സിലാക്കിക്കൊണ്ട് അത് നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവണം. അതുകൊണ്ടാണ് ഈ ഡോക്ടർ ഈ നിലയിൽ ആ ഡോക്ടറെ കുറിച്ച് നല്ല അഭിപ്രായം അത് മന്ത്രിയും പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്, ആ ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ പറയുന്നുണ്ട്, അവരെ അനുകൂലിച്ചുകൊണ്ട് ഡോക്ടർമാരുടെ സംഘടനയും പറയുന്നുണ്ട്. അത്രമാത്രം ഒന്നുമില്ലാതെ ആ ഡോക്ടർ പറയുകയില്ല എന്നും പറയുന്ന ഒരു ഡോക്ടറുടെ വാക്കുകളെ വളരെ നിസ്സാരമായിട്ട് പറയുന്നതിലേ നമുക്ക് വിഷമമുള്ളൂ. പക്ഷെ അതിന്റെ വേണ്ട രീതിയിൽ അതിന് നല്ല രീതിയിൽ ഡോക്ടർ മിനിസ്റ്റർ പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രയാസമില്ലായിരുന്നു. ആ രീതിയിൽ എല്ലായിരുന്നു മന്ത്രി പ്രതികരിക്കേണ്ടത് എന്നാണ് ഞാൻ പറയുന്നത്. താങ്കളുടെ അഭിപ്രായം അങ്ങനെ. ശ്രീ ബാലനാണ് പാലക്കാട് നിന്നും. ശ്രീ ബാലൻ, താങ്കളുടെ അഭിപ്രായം പറയാം. നമസ്കാരമുണ്ട്, പറഞ്ഞു. ആദ്യമായിട്ട് ജനപക്ഷത്ത് നിന്നിട്ട് ഒരു ഡോക്ടർ ഒരു അപ്രിയ സത്യം വിളിച്ചു പറഞ്ഞു, ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം. കേട്ടില്ലേ? പിന്നെ എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിന്റെ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാധ്യതയുടെ പുറത്ത് ചില ആളുകളെ മന്ത്രിയാക്കുമ്പോൾ ആ ബാധ്യത ജനങ്ങളുടെ മേല് വരുന്നുണ്ട്. അതൊരു സിസ്റ്റത്തിന്റെ കുഴപ്പം തന്നെയാണ്. പിന്നെ ആ മന്ത്രി ഒരു കാര്യം ചെയ്തു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡോക്ടറുടെ പേരിൽ ഒരു അച്ചടക്ക നടപടിയോ അതല്ലെങ്കിൽ BJP കാരനെന്നോ കോൺഗ്രസ്സുകാരനോ എന്ന് പറഞ്ഞിട്ടില്ല. അതന്നെ നല്ലൊരു കാര്യമാണ്. ആ ഡോക്ടർ പറഞ്ഞാലും എത്രയോ ഭീകരമാണ് നമ്മുടെ അവസ്ഥ. കാരണം ഞാനിപ്പോ ഒരു 10 വയസ്സ്, ഞാൻ 60 വയസ്സുള്ള ഒരാളാണ്. 10 വയസ്സൊക്കെ ഹോസ്പിറ്റലുകളായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആളാണ്. കോഴിക്കോട് ആയിക്കോട്ടെ, കുന്നംകുളമായിക്കോട്ടെ, തൃശ്ശൂരാട്ടെ, ഈ മെഡിക്കൽ കോളേജിലൊക്കെ അത്യാവശ്യം ഇറങ്ങുന്നത്. അതിൽ എത്രയോ ഭീകരമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എക്സ്റേ തിരിയുന്നില്ല എന്നുകൊണ്ട് കഴിഞ്ഞ മാസത്തിൽ എന്തൊരു പാർട്ടി ഒന്ന് പറയും പോന്നു. ഈ അവസ്ഥ അതിൽ എത്രയോ ഭീകരമാണ്. പക്ഷെ അതിന് നല്ല രീതിയിൽ എടുക്കാതെ, പോസിറ്റീവായിട്ട് എടുക്കാതെ, പക്ഷെ അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മേലെ ഒരു അച്ചടക്ക നടപടി അല്ലെങ്കിൽ BJP കാരൻ കോൺഗ്രസ്സാരനോ അല്ല. ആ കാര്യത്തിൽ നല്ലൊരു കാര്യം ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി. താങ്കൾ പറഞ്ഞതൊരു കാര്യമാണ്. പലപ്പോഴും ഒക്കെ ഇത്തരം വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾക്ക് നേരെ നമ്മുടെ രാഷ്ട്രീയക്കാർ, അത് ഏത് രാഷ്ട്രീയക്കാരായാലും ഉന്നയിക്കുന്നത്, അവർ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിലൊക്കെ പെട്ട ആളുകളാണെങ്കിൽ ആദ്യം ഈ വിഷയത്തിൻ്റെ മെറിറ്റിനപ്പുറത്തേക്ക് അങ്ങനെ ഉന്നയിക്കുന്ന രീതി കൂടി ഉണ്ട്. എന്തായാലും ശ്രീ സുധാകരനാണ്, ഓച്ചിറയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ സുധാകരൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ഈ വിഷയത്തോട് പ്രതികരിക്കുക എന്ന് പറയുമ്പോൾ എനിക്കിതിനത് പറയാൻ എനിക്ക് വ്യക്തമായി അറിയാവുന്ന പല കാര്യങ്ങളുണ്ട്. നമ്മുടെ PHC മുതൽ മുകളോട്ട് ഈ മെഡിക്കൽ കോളേജ് വരെ നമുക്ക് സാധാരണക്കാരനെ ചെല്ലുമ്പോൾ മരുന്നുകൾ ഒന്നും തന്നെ ഇല്ല. ഈ മന്ത്രിക്ക് പലതവണ പലരും പല ആൾക്കാരും പരാതികൾ അയച്ചിട്ട് മന്ത്രി ഈ ഒരു മരുന്ന് ഒന്നും തന്നെ ഇല്ലാത്ത അവസ്ഥയുണ്ടോ? ഓച്ചിറ PHC-ലടക്കം അത്യാവശ്യം മരുന്നുകളും രോഗികളും ഒക്കെ ഉള്ളതല്ലേ? അല്ലല്ലോ, ഒരിക്കലുമല്ല. നിങ്ങൾ മീഡിയ അല്ലേ, നിങ്ങൾ അന്വേഷിക്കുക. ഒരു CHSC-ലോ അല്ലെങ്കിൽ PHC. താങ്കൾ ഈ അടുത്ത കാലത്ത് അങ്ങനെ പോയിട്ടുണ്ടോ PHC-ല? ഞാൻ സ്ഥിരം ഗവൺമെന്റ് ആശുപത്രി മാത്രം പോകുന്ന ആളാണ്. അപ്പോ മരുന്ന് ചെന്നിട്ട് ഇല്ലായിരുന്നോ? ഇല്ല. നമ്മൾ അത് വേണ്ട. എനിക്കറിയാവുന്ന കൊല്ലത്തുള്ള എൻ്റെ ഒരു സുഹൃത്ത്, അയാള് ഈ മെഡിക്കൽ അതായത് മെഡിക്കൽ കോളേജിലേക്ക് സിറിഞ്ച് കൊടുത്ത വകയിൽ 5 കോടിയിൽ പരം രൂപ കൊടുക്കാറുണ്ട് ഇന്ന് വരെ കൊടുത്തില്ല. അതൊക്കെ കാണും. അതല്ല ഞാൻ പറഞ്ഞത്, മരുന്ന് ഒന്നുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടോ എന്നറിയാൻ ഞാൻ ചോദിച്ചു. താങ്കൾ ഈ അടുത്ത കാലത്ത് പോവുകയോ അല്ലെങ്കിൽ അത്ര മരുന്നില്ലാത്ത അവസ്ഥ ഉണ്ടോ? മരുന്നുകളുടെ കുറവൊക്കെ ഉണ്ട്, അതൊക്കെ ശരി സമ്മതിച്ചു. പക്ഷെ ഒന്നുമില്ല, അങ്ങനെ എല്ലാ മരുന്നുകളും ഇല്ലാത്തൊരവസ്ഥ കേരളത്തിൽ അങ്ങനെ എവിടെയും ഉള്ളതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. അതുകൊണ്ടാണ് ചോദിച്ചത്. മരുന്ന് കൊടുക്കുന്ന കമ്പനികളൊന്നും ഇപ്പൊ മരുന്ന് കൊടുക്കാൻ തയ്യാറല്ല, അവർ വില്ലിങ് അല്ല. അതാണ് എന്റെ പ്രശ്നം. നമ്മുടെ സാമ്പത്തിക പ്രശ്നം. ഈ മന്ത്രി പറയുന്ന ഓരോ കാര്യങ്ങൾ നോക്കും. മന്ത്രിക്ക് ഒന്നും അറിഞ്ഞുകൂടാ എന്നാ പറയുന്നത്. മന്ത്രി അറിഞ്ഞില്ലെന്ന്. ഈ മന്ത്രി ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞത് ഈ വകുപ്പ് ഭരിക്കുവാൻ മന്ത്രി അർഹയാണോ? അത് നമ്മൾ ചിന്തിക്കണ്ടേ? എന്ത് പ്രശ്നം പറഞ്ഞത്? അന്ന് ആ കൊട്ടാരക്കര ആ കൊച്ചിനെ കൊന്ന സമയത്ത് പറഞ്ഞു മന്ത്രി അറിഞ്ഞില്ലെന്നാ പറയുന്നത്, ഈ കാര്യങ്ങളൊന്നും അറിയുന്നില്ലെന്നാ പറയുന്നത്. ഓരോ കാര്യങ്ങൾ വരുമ്പോൾ നമ്മുടെ ഈ അതായത് ആരോഗ്യ വകുപ്പിൽ വരുന്ന ഓരോ പ്രശ്നങ്ങളും എടുത്തു വെച്ച് നോക്കുമ്പോൾ മന്ത്രി അതൊന്നും അറിഞ്ഞിട്ടില്ല എന്നാ പറയുന്നത്. ശരി, നമുക്ക് പല ആരോഗ്യമന്ത്രി കോൺഗ്രസിന്റെ ആയാലും വലതുപക്ഷത്തിന്റെ ആയാലും ഇടതുപക്ഷത്തിന്റെ ആയാലും ഒരുപാട് ഈ മന്ത്രിമാർ, ആരോഗ്യമന്ത്രിമാർ നമ്മുടെ നാടിലുണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുപോലൊരു അതായത് കഴിവുകെട്ട ആരോഗ്യമന്ത്രിയെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ശരി, അത് താങ്കളുടെ അഭിപ്രായം. അങ്ങനെ ശ്രീ സനൂപാണ് കണ്ണൂരിൽ നിന്നും. ശ്രീ സനൂപ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തോട് പ്രതികരിക്കുന്നത്? ഉപകരണങ്ങളില്ല എന്ന് പറയുന്നതൊന്നും കാര്യമില്ല. ഉപകരണങ്ങൾ അവിടെ എത്തിക്കണില്ലെന്ന് ശ്രദ്ധിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. ഉദ്യോഗസ്ഥന്മാരെ ഇത് നോക്കുന്നില്ലെങ്കിൽ പിന്നെ
ജനങ്ങൾക്ക് ആശുപത്രി കൊണ്ടുള്ള ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഉദ്യോഗസ്ഥന്മാർ ഇതൊക്കെ ശരിയായ സമയത്ത് മേടിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? സർക്കാരിനും അടുത്ത ഉദ്യോഗസ്ഥന്മാർക്കും. അല്ല, അതുകൂടി ഉണ്ടല്ലോ എന്ന് ചോദിച്ചാൽ ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമാണെന്ന് പറഞ്ഞാൽ എങ്കിൽ പിന്നെ മന്ത്രിയും ഒന്നും വേണ്ടല്ലോ, ഉദ്യോഗസ്ഥരങ്ങ് ഭരിക്കില്ലേ? അല്ല, മന്ത്രിന്റെ കീഴിൽ മന്ത്രി മേൽനോട്ടം വഹിക്കണം, മന്ത്രിന്റെ കീഴിൽ മേൽനോട്ടം വഹിക്കണം. അത് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം മന്ത്രിക്ക് തന്നെയാണ്. മന്ത്രിക്കുണ്ട്. അതുകൊണ്ടല്ല ഈ ഇരുത്തിലും ഡോക്ടർമാർ PHS കുറെ കാലമായിട്ട് ഡോക്ടർമാർ ഇല്ലാറുണ്ട്. ആദിവാസി ജനവിഭാഗങ്ങളും എല്ലാവരും കഷ്ടപ്പെടുകയും. ശരി, താങ്കളുടെ അഭിപ്രായം അക്കാര്യത്തിൽ വ്യക്തമാണ്. നമുക്ക് ജയകുമാറാണ് തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ ജയകുമാർ, താങ്കൾ എങ്ങനെയാണ് ആരോഗ്യമന്ത്രിയുടെ ഈ പ്രതികരണത്തെ കാണുന്നത്? അതെ, നമസ്കാരം സാറേ. നമസ്കാരമുണ്ട്, പറഞ്ഞു. ഗതികെട്ട ഒരു ആരോഗ്യമന്ത്രി എന്ന് പറയാൻ സാധിക്കുള്ളൂ സാറേ. ഇദ്ദേഹം എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്നുള്ളത് സാറത് ഈ പറഞ്ഞ കൂട്ടത്തിൽ അത് വന്നില്ല. ഇത് ആരാണെന്ന് എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞതെന്നുള്ളത് സാറിന്റെ ഐഡന്റിഫിക്കേഷനിൽ വന്നില്ല. ഈ പത്രമാധ്യമങ്ങള് ഇദ്ദേഹത്തിന് പ്രൈവറ്റുകാരെ സഹായിക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തു എന്ന് ഇദ്ദേഹത്തിനെ പറ്റി ഇത് അവിക്കാതെ വന്നപ്പോഴാണ് പുള്ളിക്ക് ഇത് പുറത്ത് പറയേണ്ടി വന്നത്. അല്ലാതെ പല പ്രാവശ്യം ഇദ്ദേഹം നേരിട്ട് ഓഫീസേഴ്സിനെ മാത്രമാണ് അറിയിച്ചുകൊണ്ടിരുന്നത്. മുകളിലോട്ടും മന്ത്രി ഓഫീസിലും മൊത്തം ഇങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ ഈ ഓപ്പണായിട്ട് വരാൻ കാരണം ഈ ഒരു കാര്യമാണ്. ഇദ്ദേഹത്തെ സംബന്ധിച്ചാണെങ്കിൽ അവിടുത്തെ ഏറ്റവും നല്ലൊരു മനുഷ്യനായിരുന്നു. ഏറ്റവും നല്ല മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഞാൻ ആ ഇതില് പോകുന്നതാണ്, ഈ ഡിപ്പാർട്ട്മെന്റിൽ അസുഖത്തിന് പോകുന്നതാണ്. ഏറ്റവും നടത്തത്തിലെ പ്രശ്നമായിട്ട് പോയതാണ്. നല്ലൊരു മനുഷ്യനാണ്. അവിടെ നടക്കുന്ന എല്ലാ ഓപ്പറേഷനും തീർന്നു കഴിഞ്ഞാലേ ഇദ്ദേഹം വീട്ടിൽ പോകാറുള്ളൂ. പ്രൈവറ്റൈസേഷന് വേണ്ടി ഏറ്റവും കൂടുതൽ എതിർത്ത് വാദിക്കുന്ന ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ഒരു മകന് കണ്ണാശുപത്രിയിലൊരു സർട്ടിഫിക്കറ്റിന് വേണ്ടി ഇദ്ദേഹം വിളിച്ചു പറഞ്ഞാൽ മതി, നേരിട്ട് കൊടുക്കും. ഇദ്ദേഹം പോയി ക്യൂ നിന്ന് ബാക്കിയുള്ളവരുടെ കൂടെ ക്യൂ നിന്ന് മകന് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് കൊടുത്തു പോകുന്ന ഒരു വ്യക്തിയാണ്. അത്രയ്ക്ക് നല്ലൊരു മനുഷ്യനാണ്. പക്ഷേ ഇദ്ദേഹത്തിന്റെ പേരിൽ കാരണം കാണിച്ച നോട്ടീസ് കൊടുക്കും എന്നാണ് സൂപ്രണ്ട് പറഞ്ഞത്. പക്ഷെ അങ്ങനെ വല്ല ചെയ്യുവാണെങ്കിൽ ആകെ അവതാളത്തിലാവും. ഈ ആരോഗ്യമന്ത്രിയുടെ കാര്യം വലിയ കഷ്ടത്തിലാവും. അതുകൊണ്ടാണ് അവർ നേരെ പ്ലേറ്റ് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത് സാർ. ശരി, താങ്കളുടെ അഭിപ്രായമാണ്. ശ്രീ ജയകുമാറാണ്. ശ്രീ പ്രസന്നനാണ് മാളയിൽ നിന്നും. ശ്രീ പ്രസന്നൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? നമസ്കാരം സാർ. നമസ്കാരമുണ്ട്, പറഞ്ഞു. രണ്ടു മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ട്. ആദ്യമായിട്ട് ഞാൻ നമ്മുടെ ഈ ആരോഗ്യമന്ത്രിനെ അഭിനന്ദിക്കുന്നത്. അതായത് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്ന് അറിഞ്ഞപ്പോ, അറിയാമായിരിക്കും പക്ഷെ പരസ്യമായിട്ട് അറിഞ്ഞപ്പോ തന്നെ അത് ഒരു തിരിഞ്ഞു നോട്ടത്തിന് തയ്യാറാകുന്ന വിധത്തിലുള്ള ഒരു മറുപടി അദ്ദേഹം പൊതു മധ്യത്തിൽ പറഞ്ഞു. ആ കാര്യത്തിൽ ഞാൻ ആരോഗ്യമന്ത്രിനെ അഭിനന്ദിക്കണേ. നമ്മുടെ നാട്ടില് പല പോരായ്മകളുണ്ട് എല്ലാ രംഗത്തും. ഏത് വകുപ്പ് എടുത്തു നോക്കിയാലും അതിപ്പോ ഒരു 20 വർഷത്തെ മുമ്പത്തുള്ള സംഗതികളല്ല ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത്. കാലം ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെതായ മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ വരുന്നുണ്ട്. പക്ഷെ ഒട്ടനവധി പോരായ്മകൾ എല്ലാ രംഗത്തും ഉണ്ട്. ഇപ്പൊ നമ്മുടെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡുകളായിക്കോട്ടെ, റോട്ടിലെ കുഴി ആയിക്കോട്ടെ, ഇത് മെഡിക്കൽ കോളേജ്. പക്ഷെ പണ്ടത്തെ ഒരു 15 കൊല്ലം 20 കൊല്ലം മുന്നുള്ള മെഡിക്കൽ കോളേജ് അല്ല ഇന്നത്തെ മെഡിക്കൽ കോളേജ്. വളരെയധികം മാറ്റങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനനുസരിച്ച് ജനപ്പെരുപ്പമുണ്ട്, അവിടെ ബുദ്ധിമുട്ടുകളുണ്ട്, പ്രയാസങ്ങളുണ്ട്. എന്തായാലും പരിമിതമായ വിഭവങ്ങൾ വെച്ചുകൊണ്ട് ഏതൊരു മന്ത്രിമാർക്കും, ഏത് വകുപ്പിലെ മന്ത്രിമാർക്കും പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. നമുക്ക് കുറെ പോരായ്മകളുണ്ട്, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. അതിനെ മറികടക്കാനുള്ള ഒന്നാമതായിട്ട് ഈ ദൂർത്ത് എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ. ദൂർത്ത് ഒഴിവാക്കാനും ഒരു ഘട്ടത്തിലും ശ്രമിച്ചിട്ടില്ല. അത് എനിക്കൊരു തോന്നലുണ്ട്. ദൂർത്ത് നല്ലോണം നടക്കണ്ട്. എല്ലാ രംഗത്തും എന്താ പറയാ, വലിയ സംഭവങ്ങൾ നടക്കണ്ട്. പക്ഷെ താഴെ തട്ടിലുള്ള കാര്യങ്ങൾ, ഇപ്പൊ റോഡിൽ കുഴി അടച്ച് എത്ര വീണ് മരിക്കണേ, അല്ലെങ്കിൽ അതുപോലെ ബസ് സ്റ്റാൻഡിൽ മൂക്ക് കൊണ്ടുകൊണ്ടൊന്നും നമുക്ക് ടോയ്ലറ്റിൽ പോയി വരാൻ പറ്റില്ല. അതുപോലെ ഏത് രംഗത്ത് കൃഷിക്കാർക്കാണെങ്കിൽ കാശ് കൊടുക്കാൻ പറ്റണില്ല. ഒട്ടനവധി പ്രശ്നങ്ങളുണ്ട്. അതായത് നമുക്ക് വിഭവങ്ങൾ അനുസരിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ. അത് മന്ത്രിമാരുടെ കുറ്റോ അല്ലെങ്കിൽ ഇസത്തിന്റെ കുറ്റമൊന്നുമല്ല. നമ്മൾക്ക് ഉള്ള പരിമിതമായ വിഭവങ്ങൾ വെച്ച് നമ്മളൊരു വീടായാലും ഒരു നാടായാലും ചെയ്യാൻ പറ്റുള്ളൂ. കുറച്ചും കൂടി നമുക്ക് ഇപ്പൊ വേണ്ട കൂടുതൽ നല്ല രീതിയിലൊക്കെ കാര്യങ്ങൾ നടത്തേണ്ടതാണ്. പക്ഷെ നിർഭാഗ്യവശാൽ പരിമിതമായ വിഭവങ്ങളെ നമ്മുടെ നാട്ടിലുള്ളൂ. അതായിരിക്കും മിനിസ്റ്റർ ഉദ്ദേശിച്ചത്. ആ വാക്ക് വളരെ നല്ലതാണ്. ആ വാക്കിൽ എല്ലാ അർത്ഥങ്ങളും ഉണ്ട്. സിസ്റ്റത്തിന്റെ കുഴപ്പം എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. ഗോപകുമാറാണ് പാലക്കാട് നിന്ന്. ശ്രീ ഗോപകുമാർ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? ഞങ്ങളുടെ നാട്ടിലുണ്ട് സാറേ. നമസ്കാരം സാർ. നമസ്കാരമുണ്ട്, പറഞ്ഞു. ഞങ്ങളുടെ നാട്ടിലും ഈ PHS BSc നമ്മുടെ നാട്ടിലുണ്ട്. ശരി, പാലക്കാട് എവിടെയാണ് താങ്കൾ? നല്ല നല്ല ഡോക്ടർമാര്, നല്ല മെഡിക്കൽ ആയിട്ടുള്ള നഴ്സുമാരും ഡോക്ടർമാരൊക്കെ ഉണ്ട്.
ഞങ്ങളൊക്കെ അത് ഡോക്ടർ ഇവിടുന്ന് പോകാൻ പാടില്ല പറഞ്ഞിട്ട് അതിൽ ഞങ്ങൾ പരാതിപ്പെട്ടിയിൽ ഞങ്ങളെ അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി എഴുതി വിടുന്ന ആൾക്കാരാണ്. അത്രയും നല്ല നല്ല ഡോക്ടർമാരൊക്കെ നമ്മുടെ PHC ഉണ്ട്. പക്ഷെ ചില സ്ഥലങ്ങളിൽ ചില കാര്യങ്ങൾ തെറ്റായിട്ട് നടക്കുന്നുണ്ട്. പക്ഷെ അതിനൊന്നും ഈ ആരോഗ്യമന്ത്രിക്ക് അത്രയും കഴിവുള്ള ഒരു ആരോഗ്യമന്ത്രിയാണ് ഈ ഇന്നത്തെ കേരളത്തിലെ ആരോഗ്യമന്ത്രി എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ശരി, ഓക്കെ. അങ്ങനെ മോശപ്പെട്ട ഒരാളല്ല, അത്ര നന്നായി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന മന്ത്രി തന്നെയാണ്. ശൈലജ ടീച്ചറെ അടുത്തേക്കൊന്നും പോരാ. ശൈലജ ടീച്ചറെ അടുത്തേക്ക് ഞാൻ രണ്ടും പറയുന്നില്ല, ഞാൻ CPM-ന്റെ അനുഭവം എന്നല്ല. പക്ഷെ എങ്കിലും കൂടിയിട്ട് രാഷ്ട്രീയം പറയല്ല. ശൈലജ ടീച്ചറുടെ അടുത്തേക്കൊന്നും ടീച്ചർ അങ്ങനെ ആ തരത്തിലേക്ക് വലിയ വലിയ വെല്ലുവിളികൾ വന്ന ഘട്ടത്തിൽ കേരളത്തെ അങ്ങനെ നയിച്ച ഒരു മന്ത്രിയാണ്. ഒരുവിധം പക്ഷെ അത്രയും അനുഭവം പോരാ. ശൈലജ ടീച്ചർ അത്ര അനുഭവം പോരാന്നാണ് എന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സുരേന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ സുരേന്ദ്രൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ സമീപിക്കുന്നത്? ശ്രീ സുരേന്ദ്രൻ കേൾക്കാമോ? സുരേന്ദ്രന് കേൾക്കുന്നതിന് പ്രയാസമുണ്ടോ എന്ന് തോന്നുന്നു. ശ്രീ ടിജിയാണ് തിരുവല്ലയിൽ നിന്നും. ശ്രീ ടിജി, താങ്കൾ ആദ്യമായിട്ടാണോ അതോ നേരത്തെ വിളിച്ചിട്ടുണ്ടോ പൊതുവേദിയിൽ? സാറേ പല പ്രാവശ്യം വിളിക്കുന്നുണ്ട്. ഹലോ, നമസ്കാരം സാറേ. എന്നിട്ട് കിട്ടുന്നില്ല എന്നല്ല, കിട്ടുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ സംസാരം കൊണ്ട് മറ്റേതിൽ നമ്മുടെ തെക്കൊണ്ട് മാറിപ്പോകുന്നതായിരിക്കും. എന്തുമല്ല ആയിക്കോട്ടെ. വേറെ കാര്യം, ഒന്നും അറിയാത്ത ആൾക്ക് ഒരു എന്താ പറയുന്നത് എന്തെങ്കിലും കൊടുക്കുന്ന രീതിയിലായിപ്പോയി. ഒന്നും അറിയാത്ത എന്ന് പറഞ്ഞാൽ അരി കൊണ്ട് ചോറുണ്ടാക്കാൻ അറിയാവുന്ന ആൾക്കാർ അരി കൊടുക്കാവൂ. മനസ്സിലാവുന്നുണ്ടോ? പറഞ്ഞോളൂ താങ്കൾ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ സാറിന്? ചോറാവത്തുള്ളൂ, അല്ലാത്തവരെയൊക്കെ വെച്ച് കൊടുത്താൽ അത് പിണങ്ങഞ്ഞേ ആവത്തുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഉദ്യോഗസ്ഥന്മാരുടെ ഇതുകൊണ്ട്. വേറൊരു കാര്യം, നമ്മുടെ മെയിൻ വിഷയം എന്താ പറയുക, കേരളത്തിലെ മെയിൻ വിഷയം എല്ലാം സർക്കാർ വ്യവസ്ഥകളിൽ മൊത്തം ട്രേഡ് യൂണിയനുകളിൽ പങ്കെടുത്തു പോയി. എന്നുവെച്ചാൽ സാറിനെ പോലും തൊട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇത് പറഞ്ഞത് ഇപ്പം വന്നേക്കുന്ന എന്ത് പറഞ്ഞേ ഈ ഇത് പറഞ്ഞ എനിക്ക് പറയാൻ മനസ്സിലാകത്തോണ്ടാ പറയുന്നത്. ഇന്ന രീതിയിൽ പറഞ്ഞ ആൾക്കാരിനോട് കൂടി നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആൾക്കാർ 100 പേരുണ്ട്. അതുപോലെ ഡോക്ടേഴ്സിനെ തൊട്ടായിരിക്കാൻ വേണ്ടി 100 പേര് വേറെ ഉണ്ട്. മെമ്പർമാരെ തൊട്ട് വരെ 100 പേര് വേറെ ഉണ്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ 100 പേര് വേറെ ഉണ്ട്. ഇതിനിടയ്ക്ക് അനുഭവിക്കുന്ന ഒന്നും ഇല്ലാത്തവന്മാര്, അരിയോ മണ്ണെണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ മേടിക്കാൻ കഴിവില്ലാത്തവന്മാർ കിടന്ന് അനുഭവപ്പെടുന്നു. അവർക്ക് വാതിറക്കാൻ പറ്റത്തില്ല. അവർ വാതിറന്ന് അന്നേരം അവത്താകും. ഇത്രേ ഉള്ളൂ. അല്ല എന്തെങ്കിലും ഉണ്ടോ? കഴിഞ്ഞ ദിവസം തന്നെ വീണാർ ചെറിഞ്ഞു വേണ്ടി ഒരു പോസ്റ്റ് ഇട്ട ഒരു പയ്യൻ, കൊല്ലാട്ടുകാരൻ്റെ പയ്യന് വേണ്ടി 45 പോലീസുകാർ പുറത്താ വന്നിട്ട് ആ മാസം മുമ്പ് അറസ്റ്റ് കൊണ്ട് പോകുന്നത്. ആണോ സാറിന് കേൾക്കുന്നത്? സാറോട് വാർത്ത ചെയ്യുന്ന കാര്യമാണ്. സാറ് ശരി, കേൾക്കുന്നുണ്ട് ശ്രീ ടിജി. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ് ടിജി. ശ്രീ ലളിതയാണ്, വർക്കലയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീമതി ലളിത, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഡോക്ടർ ചൂണ്ടിക്കാണിച്ച വിഷയങ്ങളിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ തിരുത്താം എന്ന് പറയുന്നു. പക്ഷേ അതോടൊപ്പം തന്നെ മന്ത്രി പറയുന്നത് ഇങ്ങനെയൊക്കെ താമസം ഉണ്ടാകാനുള്ള കാരണം നമ്മുടെ സിസ്റ്റത്തിന്റെ പിഴവാണ് എന്ന് പറയുന്നു. ആ സിസ്റ്റം തിരുത്തേണ്ട ഉത്തരവാദിത്തമുള്ള ആളല്ലേ മന്ത്രി? ശ്രീ ശശികുമാറാണ് കോഴിക്കോട്. ശ്രീ ശശികുമാർ, താങ്കൾ പറഞ്ഞോളൂ. സിസ്റ്റം തിരുത്തേണ്ട വകുപ്പാണല്ലോ സർക്കാരിന്റെ വകുപ്പ്, ആരോഗ്യ വകുപ്പ്. ആരോഗ്യ വകുപ്പ് സിസ്റ്റത്തിന് തകരാറാണെങ്കിൽ ആ സിസ്റ്റം തിരുത്തേണ്ട വകുപ്പ് മന്ത്രിന്റെ കയ്യിലില്ലേ? ഇല്ലെങ്കിൽ ഈ മന്ത്രി ആ സ്ഥാനത്തിരിക്കാൻ അറിയല്ല, അവരത് രാജിവെച്ച് പോവുക വേണ്ടത്. എന്നുവെച്ചാൽ ഇവിടെ സാധാരണക്കാരൻ ഓടിച്ചെല്ലുന്ന ഒരു ഹോസ്പിറ്റലാണ് മെഡിക്കൽ കോളേജുകൾ. അവിടുത്തെ മിഷനേഴ്സും മറ്റും മരുന്നുകളും ഇല്ല എന്ന് പറയുന്നത് ഇന്നലെ മന്ത്രിന്റെ ഒരു പ്രസ്താവന കേട്ടു, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്ന്. ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ട് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് മന്ത്രിന്റെയും ഈ ഗവൺമെന്റിന്റെയും പിടിപ്പുകേടാ. അല്ല, ഒരു ആശുപത്രിയിൽ ഇപ്പോൾ ഒരു സാധനം ഉണ്ടോ ഇല്ലയോ ഇതെന്നൊക്കെ മന്ത്രി ഒരു വിഷയം കേൾക്കുമ്പോൾ തന്നെ ഉടനടി ആൻസർ പറയാനൊന്നും കഴിയില്ല. കേരളത്തിലെ ഏതെല്ലാം ആശുപത്രിയിൽ ഏതെല്ലാം ഉണ്ട് ഇല്ല എന്നത് മന്ത്രിക്ക് അറിയാൻ കഴിയില്ല. അത് മന്ത്രി തിരക്കിയിട്ടാണ് പറയേണ്ടത്. അല്ല, ഞാനൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ മരുന്നില്ലാത്ത പ്രശ്നങ്ങൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തതല്ലേ? പറഞ്ഞോളൂ. അല്ലേ? പറഞ്ഞോളൂ. ഇപ്പോഴും ആ പല ഓപ്പറേഷനുകൾക്കും മറ്റും കോഴിക്കോടൊക്കെ വരുന്ന രോഗികളുടെ കാര്യം വളരെ കഷ്ടമാണ്. മരുന്നുകളും സാധനങ്ങളും കിട്ടുന്നില്ല. പിന്നെ അവർക്ക് വേണ്ട മറ്റേ എക്യുപ്മെന്റ്സുകൾ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രശ്നങ്ങളും കോഴിക്കോട്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ് ശ്രീ ശശികുമാർ. ശ്രീ ജോൺ ആണ് എറണാകുളത്ത് നിന്നും. ശ്രീ ജോൺ, താങ്കൾ എങ്ങനെയാണ് ഈ മന്ത്രിയുടെ പ്രതികരണത്തെ കാണുന്നത്? വളരെ ഖേദകരം, വളരെ ഖേദകരം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കും ഇതേ സെയിം അനുഭവം ഉണ്ടായിട്ടുണ്ട്. എറണാകുളം ജനറൽ ഹോസ്പിറ്റലിൽ എൻ്റെ വലിയമ്മ ഓപ്പറേഷനായിട്ട് കിടന്നപ്പോൾ ഞങ്ങളുടെയും ഇതേപോലെ തന്നെ എക്യുപ്മെന്റ്സ് മേടിപ്പിച്ചിട്ടുണ്ട് ഇവർ. ഓക്കെ, എന്നിട്ട് ഇത് മന്ത്രി അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് വളരെ ദയനീയമാണ്. ഈ കാര്യങ്ങളിലൊക്കെ മന്ത്രിമാരുടെ ഇടപെട്ടില്ലെങ്കിൽ പിന്നെ ഏത് കാര്യങ്ങളും പറഞ്ഞ പാവങ്ങളുടെ പറ്റ കാര്യങ്ങളിൽ
ശരിയല്ലേ? അവര് പറയുന്നു സിസ്റ്റത്തിന്റെ പിഴവേടാണെന്ന്. ഹലോ, ശരി, കേൾക്കാം താങ്കൾ പറയുന്നത് പൂർണ്ണമായും കേൾക്കാം. ഈ സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയതാണോ? അല്ലല്ലോ, ഈ സിസ്റ്റം എല്ലാം ഇവരെല്ലാം ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇവര് അറിഞ്ഞില്ല. ശ്രീ ജോൺ ഇടപെടുന്ന ശ്രീ സുരേന്ദ്രൻ കൂടി ചേരുന്നു തൃശ്ശൂരിൽ നിന്ന്. ശ്രീ സുരേന്ദ്രൻ, താങ്കൾ പറഞ്ഞോളൂ. നമസ്കാരം സാറേ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, ഞാൻ തൃശ്ശൂർ മെഡിക്കൽ കോളേജിന്റെ അടുത്താണ് താമസിക്കുന്നത്. അതെ, പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ പല കുറവുകളും കാണപ്പെടുന്നുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ മെഡിക്കൽ കോളേജിൽ, ഏത് മെഡിക്കൽ കോളേജിൽ പോയാലും ഇത്രമാത്രം തിരക്ക് വരുന്നുണ്ട്. അവിടുത്തെ ഡോക്ടർമാര്, കുറെ ഡോക്ടർമാര് ഞങ്ങൾ താമസിക്കുന്ന അടുത്ത് തന്നെ അവരുണ്ട്. അവരുടെ അഭിപ്രായത്തിൽ തന്നെ അവർക്ക് ഇന്നും തിരിയാൻ തന്നെ സമയമില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് ഈ മെഡിക്കൽ കോളേജിൽ ഇത്ര തിരക്ക് വരുന്നത്? കുറവുകളുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞു, കുറവുകൾ, വളരെയധികം കുറവുകളുണ്ട്. പക്ഷെ മെഡിക്കൽ കോളേജിൽ എത്രമാത്രം സർജറികൾ ചെയ്യുന്നുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒന്നിച്ച് അടക്കം അങ്ങനെ ആക്ഷേപിക്കുന്നത് ശരിയല്ല. കാരണം അവിടെ എത്ര പാവപ്പെട്ട ശ്രീ സുരേന്ദ്രൻ, നമ്മൾ ആരെയും അടച്ച് ഒന്നിച്ച് ആക്ഷേപിച്ചില്ല. ഞാൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞത് കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ മെച്ചത്തെക്കുറിച്ചാണ്. പക്ഷെ അതിനകത്ത് കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുകയും കൂടി വേണം. അല്ലാതെ മെച്ചമാണ് എന്ന് കരുതി തെറ്റുകളൊന്നും ചൂണ്ടിക്കാണിക്കരുത് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ല. സാറ് പറഞ്ഞ ഉൾക്കൊള്ളുന്നു, അതാ ഞാൻ പറഞ്ഞത്. അടച്ചാക്ഷേപിച്ച് ഒന്നുമില്ല, അങ്ങനെ ആരും അടച്ചാക്ഷേപിച്ചില്ല. അങ്ങനത്തെ ഒരു പ്രചരണത്തിന്റെ അല്ല ഈ വിഷയത്തിലാണ് നമുക്ക് വേണ്ടത്. അങ്ങനെ ഒരാൾക്ക് എപ്പോഴും എളുപ്പമാണ് നമ്പർ 1 ആയതുകൊണ്ട് ഒന്നും പറയരുത് എന്നൊക്കെ പറയില്ല, അതല്ലല്ലോ വിഷയം. ഇല്ലില്ല, നമ്പർ 1 ആയതുകൊണ്ട് വിമർശിക്കുക, അങ്ങനെ കേരളത്തിൽ കുറെ അഭിപ്രായങ്ങളുണ്ട്, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജുകളിൽ ഇത്ര തിരക്ക് വരുന്നത്? അതിന് ആ സിസ്റ്റത്തിന് ഉൾക്കൊള്ളാവുന്ന ഒരു രീതിയുണ്ട്. നമുക്ക് നോക്കാം, മന്ത്രി പറഞ്ഞിട്ടുണ്ട്, കണക്കെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്, എത്രമാത്രം സർജറികൾ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എത്രമാത്രം സർജറികൾ നടക്കുന്നുണ്ട് എന്ന് നോക്കാം. പിന്നെ സിസ്റ്റത്തിന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ നിങ്ങളുടെ ഒരു നമ്മുടെ സമയം അവസാനിക്കുന്നതുകൊണ്ടാണ് ശ്രീ സുരേന്ദ്രൻ. എന്തായാലും പ്രഷറുടെ ഭാഗത്ത് നിന്ന് ശക്തമായ നിർദ്ദേശങ്ങളൊക്കെയാണ് ഉണ്ടായത്. അതോടൊപ്പം തന്നെ നിരവധി പരാതികളും സ്വാഭാവികമായും ഉയർന്നു. പല മേഖലയിലും മരുന്നില്ലാത്തതിന്റെ വിഷയങ്ങൾ, കാരുണ്യ മെഡിക്കൽ ഫാർമസി അടൂരിൽ അടച്ച വിഷയമടക്കം, കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ വിഷയമടക്കം നിരവധി പരാതികളും ഉയർന്നിട്ടുണ്ട്. സ്വാഭാവികമാണ് ഇത്തരം വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മന്ത്രി സിസ്റ്റത്തെ പഴിയാരുന്നതിനപ്പുറം സിസ്റ്റം തിരുത്തുന്നുണ്ടെങ്കിൽ ഞാൻ ഇത്ര കാലത്തിനുള്ളിൽ തിരുത്തും എന്ന് പറയാൻ കൂടി തയ്യാറാവുന്ന ഒരു അവസ്ഥയാണ് ശരിയായ രീതിയിൽ ഒരു ഭരണാധികാരികൾ നിർവഹിക്കേണ്ടത്. തിരുത്തി മുന്നോട്ട് പോകുക തന്നെയാണ് വേണ്ടത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.